സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ നാരായണായ. 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 സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാരം പങ്കും ലംഘേതേ ഗിരിം യൽകൃപാദമഹം വന്ദേ സൽഗുരും തം നമാമി. വന്ദേ നന്ദവ്രജസ്ത്രേണാം പാദരേണുമഭീഷ്ണശകം യാസാം ഹരികഥോദ്ഗീതം പുനാദിഭുവനത്രയം. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ മഹാകാരുണ്യത്താൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിൽ ഇന്നിനി ചിന്തിക്കേണ്ടുന്നതായ ഭാഗം ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം 19-ാം അധ്യായമാണ്. ശ്രീമദ് ഭാഗവതം സർവവേദാന്ത സാരംഹി ശ്രീ ഭാഗവതം ഇഷ്യതേ. അനന്ത പാരാവാരങ്ങളൊക്കെ പരന്നു കിടക്കുന്ന ഭാരതീയ സംസ്കൃതിയുടെ അന്തസത്യയായി ആകത്തുകയായി അനുഭവ സമ്പന്നന്മാരായ ആചാര്യന്മാർ അരുളി ചെയ്യുന്നതായ പരമഹംസ സംഹിതയാണ് ശ്രീമദ് ഭാഗവതം. എവിടെ നിന്ന് ആരംഭിക്കണം, എന്തു ചെയ്യണമെന്നറിയാതെ ഇതികർത്തവ്യതാ മൂഢനായി ശങ്കിതമനസ്കനായി നിൽക്കുന്നതായ ഒരു കലികാല ജിജ്ഞാസുവിനോട് അർത്ഥശങ്കയ്ക്ക് അവകാശമില്ലാത്തതായ രീതിയിൽ വ്യാസഭഗവാൻ അരുളി ചെയ്യുകയാണ്. ഏകം ഭാഗവതം ശാസ്ത്രം മുക്തിദാനേന ഗർജതി. ഭാരതീയ സംസ്കൃതിയെക്കുറിച്ച് ആത്മീയതയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നതായ ഒരാൾക്ക് ആദ്യമുണ്ടാകുന്നതായ ഒരു പ്രതിബന്ധം, ഒരു പ്രശ്നം എവിടെ നിന്ന് ആരംഭിക്കണം? അനന്തശാസ്ത്രം ബഹുവേദിതവ്യം അല്പച്ഛകാലോ ബഹവച്ഛ വിഘ്ന. ശാസ്ത്രങ്ങൾ അനവധിയാണ്, ആചാര്യ പരമ്പരകൾ അനവധിയാണ്. എന്നാൽ ഇത് മുഴുവൻ പഠിച്ചു തീർക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലം വളരെ പരിമിതമാണ്. എല്ലാം കഴിഞ്ഞ് വയസ്സുകാലത്ത് മുളയാൻ പോണ നേരത്തെ മേയാൻ പോകുക എന്നുള്ള കൂട്ടത്തിൽ അപ്പോഴേ ഈ ഭാഗവതവും സപ്താഹമൊക്കെ തുടങ്ങാനൊക്കെ ഒരു മനസ്സും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എവിടെ നിന്ന് ആരംഭിക്കണം എന്ന് ശങ്കിച്ച് നിൽക്കുന്നതായ ഒരാളോട് വ്യാസഭഗവാൻ അരുളി ചെയ്യുകയാണ്. ശ്രീമദ് ഭാഗവതമാകുന്ന ശാസ്ത്രത്തെ പരമഹംസ സംഹിതയെ പഠിച്ചാൽ മതി, ഇരിക്കുന്ന ദിക്കിലിരുന്ന് എത്തേണ്ട ദിക്കിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? ഭാഗവതം സർവവേദാന്ത സാരം. ഇത് സകല വേദാന്തങ്ങളുടെയും കാച്ചിക്കുറുക്കി മണിമുത്തുകളായി ലളിത കോമള കാന്ത പദാവലികളാൽ വ്യാസഭഗവാൻ അരുളി ചെയ്തതാണ്. അതെങ്ങനെ പറയുവാനായിക്കൊണ്ട് സാധിക്കും? ഒരു യുക്തിവാദിക്കും ഖണ്ഡിക്കാൻ പറ്റാത്തത്ര രീതിയിൽ എന്നും സർവ്വതോ യുക്തിഭദ്രമായ രീതിയിൽ ശാസ്ത്രത്തെ അവതരിപ്പിച്ചതായ ആചാര്യന്മാരുടെ അരുൾമൊഴികളുടെ പ്രമാണഗ്രന്ഥമായ ഭാഗവതത്തെ എങ്ങനെ വേദസാരമെന്ന് പറയുവാനായിക്കൊണ്ട് സാധിക്കും എന്ന് നോക്കിയാൽ, വേദങ്ങൾക്ക് ത്രയി എന്ന് പേര്. കാണ്ഡത്രയ പ്രതിപാദിതമായതിനാലാണ് വേദങ്ങളെ ത്രയി എന്ന് പറയുന്നത്. കർമ്മം, ഉപാസന, ജ്ഞാനം എന്നീ കാണ്ഡത്രയങ്ങളാൽ പ്രതിപാദിതമാണ് വേദം. എന്തുകൊണ്ട്? ആദിമകാലം മുതൽക്ക് മനുഷ്യൻ സുഖാന്വേഷിയാണ്. എവിടെ ചെന്നാലും ഇപ്പോൾ സപ്താഹത്തിന് വന്നാലും സത്രത്തിന് വന്നാലും ആദ്യം എന്താ നോക്കുക?
എവിടെയാ സുഖമായി ഇരിക്കാൻ പറ്റുന്ന സീറ്റ് കിട്ടുക നോക്കും ഇല്ലേ? ആദ്യം എഴുന്നേറ്റ് പോകാൻ, അല്ലെങ്കിൽ സുഖമായിരുന്നു കേൾക്കാൻ, സുഖമായിരുന്നു ഉറങ്ങാൻ ഏതാ പറ്റിയ സീറ്റ്, അതാ ആദ്യം നോക്കുക. ഒരാൾ മരിക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെ മരിക്കാൻ ആഗ്രഹിക്കുക? ഈ പ്രായമായിട്ടുള്ള മുത്തശ്ശിമാരൊക്കെ പറയാറില്ലേ, ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എന്നെ കിടത്താതെ കൊണ്ടുപോകണേ എന്ന്. കിടത്താതെ കൊണ്ടുപോകാൻ പറ്റൂ? കിടത്തിയിട്ടല്ലേ കൊണ്ടുപോകാൻ പറ്റൂ? എന്നാലും കഷ്ടപ്പാടുകളൊന്നും ഇല്ലാതെ ഒരന്ത്യം ഉണ്ടാവണം. മരണത്തിലും സുഖമന്വേഷിക്കുന്നതാണ് മനുഷ്യൻ എന്ന് പറയാം. സുഖാന്വേഷിയാണ് മനുഷ്യൻ. ആ സുഖത്തിനെ കൊണ്ട് അനവധി കർമ്മങ്ങളെ ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ, ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ, ഉദിച്ചത് മുതൽ അസ്തമിക്കുന്നത് വരെ പടാപ്പാട് വിട്ട് ചോര നീരാക്കി എല്ല് നുറുങ്ങി അവൻ പണിയെടുത്തു. അവൻ അത്രയെല്ലാം കർമ്മബഹുളമായ ജീവിതം നയിച്ചിട്ടും അവൻ അന്വേഷിക്കുന്നതായി സുഖം കണ്ടെത്തുന്നില്ല എന്ന് മാത്രമല്ല, അവൻ ആഗ്രഹിക്കാത്തതായി ദുഃഖം അനുഭവിക്കാനും ഇടയാവുന്നു എന്നും വന്നതായ വേളയിൽ ആ കർമ്മ പാരാവാരത്തിങ്കിലുള്ളതായ അന്വേഷണത്തെ നിർത്തി അന്വേഷണം അകത്തോട്ടാക്കി ഉപാസനാമയമാക്കി ജീവിതം. അന്വേഷണം അന്തർമുഖമായി തീർന്നതായ വേളയിൽ, ഉപാസനാമയമായി തീർന്നതായ വേളയിൽ അവന് ബോധ്യമായി താൻ അന്വേഷിക്കുന്നതായ സുഖം തന്നിൽ നിന്നും അന്യമല്ല, തന്നിൽ താനായി വിളങ്ങുന്നതായ തൻ്റെ യഥാർത്ഥ സ്വരൂപം സുഖം തന്നെയാണെന്ന് ബോധിച്ച് പൂർണ്ണനായി തൃപ്തനായി സാക്ഷാത്കാര സിദ്ധനായി തീരുന്നതായ ക്രമാനുഗതമായ ഒരു പ്രക്രിയയാണ് ഈ കാണ്ഡത്രയങ്ങളാൽ വേദത്തെ പ്രതിപാദിക്കാൻ കാരണം. ശ്രീമദ് ഭാഗവതം വേദസാരമാണ് എന്നുള്ളത് കൊണ്ട് ശ്രീമദ് ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധം വരെയുള്ളതായ കഥകളെല്ലാം കർമ്മകാണ്ഡത്തെ വിസ്തരിക്കുന്നതായും ദശമസ്കന്ധം വരെയുള്ളതായ കഥകളെല്ലാം ഉപാസനാകാണ്ഡത്തെ വിസ്തരിക്കുന്നതായും ഏകാദശ ദ്വാദശ സ്കന്ധങ്ങൾ ജ്ഞാനകാണ്ഡത്തെ വിസ്തരിക്കുന്നതായും മഹാത്മാക്കൾ അരുളി ചെയ്യുന്നു. അതിൽ ഏകാദശ ദ്വാദശ സ്കന്ധങ്ങൾ ജ്ഞാനകാണ്ഡത്തെ വിസ്തരിക്കുന്നതായ വേളയിൽ 334 അധ്യായങ്ങളും 12 സ്കന്ധങ്ങളും 18,000 ഗ്രന്ഥങ്ങളുമാകുന്ന കരചരണാദി അവയവ സ്വരൂപേണ ഇരിക്കുന്ന ഭാഗവത സ്വരൂപിയായ ഭഗവാന്റെ ശിരസാണ് ഏകാദശം എന്ന് പറയും. ഈ ഭാഗവത സ്വരൂപിയായ ഭഗവാന്റെ ശിരസാണ് ഏകാദശ സ്കന്ധം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആ ഏകാദശ സ്കന്ധത്തിൻ്റെ മാഹാത്മ്യത്തെ നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾക്ക് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാ? ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരിക്കുന്ന ഒരാൾക്ക്, പ്രമേഹ രോഗിയായിരിക്കുന്ന ഒരാൾക്ക് കാലിൽ ഒരു മുറിവ് പറ്റി പഴുപ്പ് കൂടുതലായി, കാല് മുറിച്ചാലേ ജീവിക്കൂ എന്ന് പറഞ്ഞു ഡോക്ടർ. എന്തു ചെയ്യും? കാല് മുറിക്കും. കയ്യിലൊരു മുറിവ് പറ്റി പഴുപ്പ് കൂടുതലായി, കൈ മുറിച്ചാലേ ജീവിക്കൂ എന്ന് പറയുകയാണെങ്കിൽ കൈ മുറിക്കും. തലയിലൊരു മുറിവ് പറ്റി പഴുപ്പ് കൂടുതലായി, തല മുറിച്ചാലേ ജീവിക്കൂ എന്ന് പറയുകയാണെങ്കിൽ അത് മാത്രം പറ്റില്ല അല്ലേ? മറ്റവയവങ്ങളൊക്കെ മാറ്റിവെക്കാം, തല മാറ്റിവെക്കുന്ന പരിപാടി പണ്ട് ദദീജി മഹർഷിയെ മാറ്റിയതായി പുരാണങ്ങളിൽ പറയും. പക്ഷേ ഇന്നത്തെ ആധുനികന്മാരൊന്നും ഇന്നവരെ അങ്ങനെ ഒരു വിദ്യ കണ്ടെത്തിയിട്ടില്ല. കാലുമാറുന്ന ആൾക്കാരെയും നമ്മൾ കാണാൻ സാധിക്കും. തലമാറുന്ന ആൾക്കാരുണ്ട്. കാലുമാറുന്ന ആൾക്കാർ എന്തുകൊണ്ട് കാലുമാറുന്നത്? തലയുണ്ടെങ്കിൽ അത് കാലുമാറാൻ പോവില്ലല്ലോ, ആ പണിക്ക് പോവില്ലല്ലോ. അപ്പോൾ ഉത്തമാംഗം ശിരഹ, നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ശിരസ്. അതുപോലെ ശ്രീമദ് ഭാഗവതത്തിലെ പരമപ്രധാനമായിരിക്കുന്നതായ ഭാഗമാണ് ഏകാദശ സ്കന്ധം. ആ ഏകാദശ സ്കന്ധം ഉപദേശ രൂപേണയാണ് വ്യാസഭഗവാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ലോകത്തിലുള്ളതായ സകല വിഭാഗം ജനങ്ങളെയും മനുഷ്യന്മാരെ മാത്രമല്ല മനുഷ്യേതര വർഗങ്ങളെപ്പോലും ആ പരമപദത്തിലോട്ട് ഉയർത്തണമെന്നുള്ളതായ സംസാരിണാം കരുണയാഹ, ഈ സംസാര സാഗര സന്തപ്തൈത്തന്മാരായി കഴിയുന്ന ജീവന്മാരോടുള്ള പരമകാരുണ്യം കൊണ്ട് വ്യാസഭഗവാൻ 3 പ്രകാരത്തിലാണ് ആ ആത്മസാക്ഷാത്കാരുടെ മാർഗത്തെ അങ്ങ് വ്യക്തമാക്കുന്നത്. ഒന്ന്, ശാഖോപശാഖകളായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതായ നാനാവിധ കഥകളിലൂടെ. 2, സാക്ഷാത്കാര സിദ്ധന്മാരായി പ്രാതസ്മരണീയന്മാരായി പരമഭാഗവതന്മാരായി കഴിയുന്നതായ മഹാത്മാക്കളുടെ സ്തുതികളിലൂടെ. 3, അനുഭവസമ്പന്നന്മാരായ ആചാര്യന്മാരുടെയും അവതാര പുരുഷന്മാരുടെയും അനുഗ്രഹമൊഴികളായി ഉപദേശ സ്വരൂപേണ ആ ആത്മസാക്ഷാത്കാരത്തിലുള്ള മാർഗത്തെ വ്യക്തമാക്കുന്നു. അതിൽ കഥകളെല്ലാം തന്നെ കഥയുള്ള കഥകളാണ്. ആ കഥകളിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീയ തത്വങ്ങളെ അനാവരണം ചെയ്ത് അത് വേണ്ട രീതിയിൽ വിചാരം ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ആഴ്ന്നു കിടക്കുന്നതായ മണിമുത്തുകളെ കണ്ടെത്താൻ തക്കതായ വിചാരശീലത്വമുള്ളതായ ആൾക്കാർക്കാണ് അതിൽ പൂർണ്ണമായും വിനോദിക്കാനെ കൊണ്ട് സാധിക്കുക. അതിൻ്റെ ആനന്ദം, അതിൻ്റെ മാധുര്യം, അതിൻ്റെ മഹത്വം അനുഭവിക്കാനെ കൊണ്ട് സാധിക്കുക. ഇനി അത്ര കണ്ട് കുശാഗ്രബുദ്ധിയൊന്നും ഇല്ല എന്ന് വിചാരിക്കുക, വേണ്ട. പരമഭാഗവതന്മാരായിരിക്കുന്ന ആൾക്കാരുടെ അനവധി സ്തുതികളുണ്ട് നമ്മുടെ പുരാണങ്ങളിലെ, ശ്രീമദ് ഭാഗവതത്തിലെ. ആ ഭാഗവതന്മാരുടെ സ്തുതികളെ സ്തുതിച്ചുകൊണ്ട്
ആ സ്തുതികളിൽ തന്മയത്വം പ്രാപിച്ചുകൊണ്ട് അതിൽ അന്തർലീനമായിരിക്കുന്ന ആ ആത്മതത്വത്തെ, ഭഗവത് സ്വരൂപത്തെ അറിഞ്ഞനുഭവിക്കാനും കൊണ്ട് സാധിക്കും. പക്ഷെ ആ സ്തുതികളിലൂടെ നമ്മൾക്ക് ആത്മതത്വത്തെ അറിയണമെങ്കിൽ, ഇപ്പോൾ പ്രഹ്ലാദ സ്തുതിയുടെ താല്പര്യം, അതിൻ്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ഒരു പ്രഹ്ലാദ ഹൃദയത്തോടു കൂടിയിട്ടങ്ങ് സ്തുതിക്കണം. ആ കഥാപാത്രവുമായിട്ട് നമ്മൾക്കൊരു തന്മയത്വം വന്നാൽ മാത്രമേ അത് നമ്മളുടെ കഥയായി സ്വാനുഭവമായി അങ്ങ് ഭവിക്കുകയുള്ളൂ. നമ്മൾ ഓരോരുത്തരും ഓരോ തരത്തിലാണ് ഈ ഭക്തിയുടെ അവസ്ഥയിൽ കഴിയുന്നത് എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ആ സ്തുതികളിൽ അഭിനയിക്കുവാനോ ആനന്ദിക്കുവാനോ അങ്ങ് സാധ്യമായി തീരുകയില്ല. പിന്നെന്താ മാർഗം? വേണ്ട, ഉപദേശങ്ങൾ ഉൾക്കൊള്ളാനൊരു മനസ്സുണ്ടായാൽ മതി. ഇനി വേറൊന്നും വേണ്ട. എന്തായാലും ഇരുന്നു ഇത്ര നേരം ഇരുന്നില്ലേ, കാപ്പിയും കുടിച്ച് പോയാലോ, മറ്റുള്ളവർക്ക് പോണ സമയത്ത് പോയാലോ എന്ന് വിചാരിച്ചതാ. വേണ്ട, 6 മണിക്ക് കൂടി കഴിഞ്ഞിട്ട് പോവാം. കുറച്ച് നേരം ഇവിടെ വന്നിരുന്നു, ഉദ്ദേശം എന്തോ ആയിക്കൊള്ളട്ടെ. കുറച്ച് നേരം ഇവിടെ ഒന്ന് ഇരിക്കാനിടയായി കഴിഞ്ഞോ, ഈ ഉപദേശങ്ങളിൽ ആചാര്യന്മാർ അരുളി ചെയ്യുന്നതായ ശാസ്ത്രസാരങ്ങളിൽ ഏതെങ്കിലും ചില വാക്കുകൾ ഉള്ളിലോട്ട് ആഴ്ന്നിറങ്ങാനങ്ങ് ഇടയായി തീരും. അതുകൊണ്ട് ഈ ജ്ഞാനപ്രധാനമായ ഭാഗങ്ങൾ വരുന്നതായ വേളയിലെല്ലാം തന്നെ, പുരാണങ്ങളിലെല്ലാം തന്നെ ഉപദേശ രൂപേണയാണ് അതിനെ ആഖ്യാനം ചെയ്തിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിലാട്ടെ പ്രധാനമായിട്ടും ഏകാദശസ്കന്ധത്തിലെ 3 ഉപദേശങ്ങളാണ് വ്യാസഭഗവാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 1 നിമി നവയോഗി സംവാദം, 2 യദു അവധൂത സംവാദം, 3 ഭഗവത് ഉദ്ധവ സംവാദം. ഭഗവാന്റെ കണ്ണിലുണ്ണിയും പരമഭാഗവതനും പ്രധാനമന്ത്രിയുമായി ത്വം തു ഭാഗവതേഷുഹം എന്ന് ഭഗവാൻ തന്നെ അരുളി ചെയ്യുന്ന ഉദ്ധവ, ഭക്തന്മാരിൽ ഞാൻ ഉദ്ധവനാണ് എന്ന് തന്മയത്വത്തോടുകൂടി നോദ്ധവോർണഭിമന്യോനോ യൽഗുണേർനാർദ്ദിത പ്രഭു ഉദ്ധവൻ പറയുകയാണെങ്കിൽ തന്നെക്കാൾ ഒരു പിടി മുകളിലാണ് എന്ന് ഭഗവാൻ അരുളി ചെയ്യുന്നതായ പരമഭാഗവതനായ ഉദ്ധവൻ. ഭഗവാൻ ഭുവനമംഗളങ്ങളായ ദിവ്യലീലകളെല്ലാം ഉപസംഹരിച്ച് സുധാമത്തിലോട്ട് തിരിച്ചെഴുന്നള്ളാൻ ഒരുങ്ങുന്നു എന്ന് കേട്ടതായ വേളയിൽ ആ വിരഹവേദന സഹിക്കുകയ്യാതെ ഭഗവത് പാദങ്ങളിൽ അഭയം പ്രാപിച്ചതായ വേളയിൽ ഉദ്ധവ അപ്യുദ്ധവ ത്വയാ ബ്രഹ്മ സഖേ സമവധാരിതം, ഉദ്ധവ എൻ്റെ സഖാവല്ലേ, ഉദ്ധവന് എന്താ വേണ്ടത്, എന്ത് വേണമെങ്കിൽ ചോദിച്ചുള്ളൂ, ഉദ്ധവൻ്റെ സകല സംശയങ്ങളും തീർത്ത് ഞാൻ പോകുമെന്ന് ചോദിച്ചതായ വേളയിൽ ഉദ്ധവൻ ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായിക്കൊണ്ട് ജനിച്ച നാൾ മുതൽ എന്നും ശ്രീകൃഷ്ണ ഭഗവാനെ ഊണിലും ഉറക്കത്തിലും അനുയാത്ര ചെയ്യാൻ ഒരു അനുഗ്രഹം കിട്ടിയതായ ഒരു അനുഗ്രഹീത പുരുഷനാണ് ഉദ്ധവർ. ഉദ്ധവർക്ക് ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. ഭഗവത് സേവയല്ലാതെ വേറൊരു കൈങ്കര്യം ഉദ്ധവരുണ്ടായിട്ടില്ല. ഭഗവാൻ പള്ളിമഞ്ചത്തിൽ പള്ളിക്കുറുപ്പ് ചെയ്യിക്കുകയാണെങ്കിൽ ഉദ്ധവർ താഴെ കിടക്കും. ഭഗവാൻ അമൃതയത്ത് കഴിച്ചതിൻ്റെ ബാക്കി മാത്രമേ ഉദ്ധവർ അനുഭവിക്കാറുള്ളൂ. ഭഗവാന്റെ ഭൂമിനി ചാർത്തിയ തിരുവടയാട മാത്രമേ ഉദ്ധവർ ധരിക്കാറുള്ളൂ. അങ്ങനെ ത്വയോഭഭുക്ത സ്രഗന്ധ വാസോരംഗാരചർച്ചിതാഹ ഉച്ഛിഷ്ട ഭോജനോദാസാഹ, ഭഗവാന്റെ ആ ശ്രീപാദ സേവയെ ചെയ്ത് കഴിഞ്ഞതായ പരമഭാഗതനായ ഉദ്ധവർക്ക് ഇങ്ങനെയുള്ളതായ യാതൊരു സംശയങ്ങളും ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ അതിൻ്റേതായ ആവശ്യമില്ല. എത്തേണ്ടതിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള കാര്യം വ്യക്തമാണ്. പിന്നെ എന്തിനു വേണ്ടി നമ്മെപ്പോലെയുള്ളതായ ജീവന്മാർക്ക് എന്താണൊരു ഗതി, അതും അന്നഗത പ്രാണന്മാരായി ഈ കലികാലത്ത് ജനിക്കാൻ പോകുന്നതായി ജീവന്മാരെല്ലാം നേരത്തെ കൂട്ടി കണ്ടുകൊണ്ട് ഈ ലോകനന്മയ്ക്കായിക്കൊണ്ട് ആ ഉദ്ധവരിലൂടെ വ്യാസഭഗവാൻ ചോദിപ്പിച്ചതായ ചോദ്യങ്ങൾക്കെല്ലാം ഒരു യുക്തിവാദിക്കും കണ്ടിക്കാൻ പറ്റാത്തത്ര രീതിയിൽ, വളരെ യുക്തിഭദ്രമായ രീതിയിൽ ജ്ഞാനമൂർത്തിയായ ഭഗവാൻ ഓരോ സംശയങ്ങളെയും അങ്ങ് നിവാരണം ചെയ്തു കൊടുത്ത് അമൃതമൊഴികളാൽ അങ്ങ് അനുഗ്രഹിച്ചുകൊണ്ട് മഹാപ്രഭു ഉദ്ധവരോടങ്ങ് അരുളി ചെയ്യാണ്. ഹേ ഉദ്ധവ, യോ വിദ്യാശ്രുതസമ്പന്ന ആത്മവാന്നാനുമാനിക മായാമാത്രമിതം ജ്ഞാത്വാ ജ്ഞാനം ചമൈ സന്യസേൽ. ആത്മീയ ജിജ്ഞാസമായിരിക്കുന്നതായൊരു സാധകൻ ആ ആത്മാനുഭവ സമ്പന്നനായിക്കൊണ്ട് യോ വിദ്യാശ്രുതസമ്പന്ന ആത്മവാന്നാനുമാനിക ന അനുമാനിക, കേവല ശാസ്ത്രജ്ഞാനം മാത്രമല്ല അനുഭവജ്ഞാനത്തോടു കൂടിയിരിക്കുന്നതായ ഒരു ജ്ഞാനി എന്ന് പറയുകയാണ്. നമ്മൾക്ക് ജ്ഞാനം 2 പ്രകാരത്തിലുണ്ട്, ശാസ്ത്രജ്ഞാനവും അനുഭവജ്ഞാനവും. പഞ്ചസാര മധുരമാണ് എന്ന് പറയുന്നത്, വായിക്കുന്നത്, കേൾക്കുന്നത് ശാസ്ത്രജ്ഞാനം. അത് നാവിലിട്ട് നുണച്ചു നോക്കുന്നത് അനുഭവജ്ഞാനം. മഹാദേവന് ഈ മുപ്പാർമുടിക്കും മുക്കണ്ണൻ തമ്പരാനായിരിക്കുന്നതായി മഹാദേവൻ, സംഹാരമൂർത്തിയായിരിക്കുന്നതായി മഹാദേവൻ 3 കണ്ണുകളോടുകൂടിയിട്ട് ഓം ത്രയംബകം യജാമഹേ, ത്രയംബകനായിരിക്കുന്നതായി മഹാദേവനെ നമ്മൾ ഭജിക്കുവാനുള്ളൊരു കാരണം 3 കണ്ണുകളുണ്ട്. സാധാരണ നമ്മൾക്ക് 2 കണ്ണുകളാണ്, മഹാദേവന് മാത്രമേ 3 കണ്ണുകളുള്ളൂ. എന്തിനാണ് മഹാദേവന് മൂന്നാം കണ്ണിനെ കൊടുത്തിരിക്കുന്നത്? സംഹാരമൂർത്തിയാണ്. സംഹരിക്കണമെങ്കിൽ, സമ്യക്കാകുമെന്ന് ഹരിക്കണമെങ്കിൽ 3ആം കണ്ണുണ്ടാവണം. എന്തിനാണ് അവിടെ സംഹരിക്കുന്നത്?
രുദം ദ്രാവയതി ഇരി രുദ്ര. അജ്ഞാനത്തെ, സംസാരത്തെ നശിപ്പിക്കുന്ന ആളാണ് രുദ്രൻ എന്ന് പറയുന്നത്. ഈ അജ്ഞാനത്തെ അഥവാ സംസാരത്തെ നശിപ്പിക്കണമെങ്കിൽ അനുഭവജ്ഞാനമാകുന്ന മൂന്നാം കണ്ണ് ഉണ്ടാവണം. സാധാരണ നമ്മൾക്കെല്ലാം രണ്ട് കണ്ണുകളാണ്, ശ്രുതി സ്മൃതി ഉഭയനേത്രേ. ശ്രുതിയും സ്മൃതിയുമാകുന്ന രണ്ട് നേത്രങ്ങളാണ്, ശാസ്ത്രജ്ഞാനമാണ്. അത് അനായാസനെ ഏതൊരാൾക്കും അനുഭവിക്കാൻ സാധിച്ചു എന്ന് വരാം. പക്ഷേ അത് സ്വാത്മാനുഭവ സിദ്ധമായി തീരണം, അനുഭവജ്ഞാനമായി തീരണം. ആ അനുഭവജ്ഞാനം കൊണ്ട് മാത്രമേ സമ്യക്കാകണം വീണ്ടും ഉണ്ടാവാത്തതായ രീതിയിൽ അതിനെ ഹരിക്കുവാനായിട്ട് സാധിക്കൂ. ആ അനുഭവജ്ഞാനം നേടിയിരിക്കുന്നതായ ഒരു ജ്ഞാനി മായാമാത്രമിതം ജ്ഞാത്വ, ഇവിടെ കണ്ടും കേട്ടും എന്തെല്ലാം അനുഭവിക്കുന്നുണ്ടോ ഇതെല്ലാം ഒരു കാലത്തും ഇല്ലാത്തതാണ്, വെറും മായാകൽപ്പിതമാണ്. ഇത് നെഹനാനാസ് കിഞ്ചന, ഇവിടെ സ്വല്പം പോലും പലതില്ല എന്നുള്ളതായ ആ അനുഭവജ്ഞാനത്താൽ യാതൊരു ശാസ്ത്രജ്ഞാനം കൊണ്ടാണോ ഈ അവസ്ഥയിലോട്ട്, സാക്ഷാത്കാര അവസ്ഥയിലോട്ടങ്ങ് ഉണരാനങ്ങ് ഇടയായി തീർന്നിരിക്കുന്നത്, അത് മുഴുവൻ എന്നിൽ അർപ്പിച്ചുകൊണ്ട് ആത്മാനുഭവ സമ്പന്നനായിട്ടങ്ങ് വർത്തിക്കാനിടയായി തീരും. ജ്ഞാനിനസ്തു അഹമേവാഷ്ടഹാം. അങ്ങനെ ആ അവസ്ഥയിലെത്തിയിരിക്കുന്നൊരു ജ്ഞാനിക്കാവട്ടെ, ജ്ഞാനിൻ്റെ സ്തുത്തു എന്ന പ്രത്യയത്തെ അവിടെ പ്രയോഗിക്കാൻ തന്നെ കാരണം, ഈ അനുഭവജ്ഞാനം ഉണ്ടായില്ല, കേവല ശാസ്ത്രജ്ഞാനം മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് വിചാരിക്കുക. എന്നും നമ്മൾക്ക് ഈ ആത്മീയ മാർഗത്തിൽ പ്രതിബന്ധമായി നിൽക്കുന്നതായ ഏഷണാത്രയങ്ങളിൽ ധാരേഷ്ണ, ധനേഷ്ണ, ലോകേഷ്ണ, അതിൽ കളത്രമിത്രാദികളിൽ ഉണ്ടാവുന്നതായ ആ ആസക്തി, ആ ആഗ്രഹം, അല്ലേ, കുടുംബ ബന്ധാദികളിൽ ഉണ്ടാവുന്നതായ ആഗ്രഹം, അതിനെ നമ്മൾക്ക് ഒരുപക്ഷെ ജയിക്കാൻ സാധിച്ചു എന്ന് വരാം. ഇനി ധനേഷ്ണ, പണത്തിലുള്ളതായ ആഗ്രഹം, അതിനും ജയിക്കാൻ സാധിച്ചു എന്ന് വരാം. മൂന്നാമതായിട്ട് ബാധിക്കുന്നതാണ് ലോകേഷ്ണ എന്ന് പറയുന്നത്, പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട്. കാശിന് വിലയില്ലാത്തതായി ഈ ലോകത്തിലെ സ്ഥാനമാനാദികൾക്കും പേരിനും പദവിക്കും വേണ്ടി ഉള്ളതായ അമിതമായ ആ ആഗ്രഹം എന്നൊരു പ്രതിബന്ധമായി നിൽക്കുന്നതാണ്. എന്തിനു വേണ്ടി ഇതെല്ലാം ചെയ്യാനിടയായി തീരുന്നു? ഇന്ന് ആത്മീയ മാർഗത്തിൽ ചരിക്കുന്നത് എത്രയോ ആൾക്കാർ ഇതിനെ ഈ പേരിനും പ്രശസ്തിക്കും വേണ്ടി പോയി ഓരോ കോലങ്ങളൊക്കെ കെട്ടി ഒക്കെ കോലം കെട്ടതായി രീതിയിൽ കാണുന്നതായി കാഴ്ചയെല്ലാം കാണാൻ സാധിക്കുന്നില്ലേ? എന്തുകൊണ്ട്? അനുഭവജ്ഞാനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ജ്ഞാനിനസ്സു, ഈ അനുഭവജ്ഞാനം ഉണ്ടായിരിക്കുന്നതായ ഒരു ജ്ഞാനിക്കാവട്ടെ, ആത്മസ്വരൂപിയായിരിക്കുന്നതായ എന്നെ അല്ലാതെ ഈ ലോകത്തിൽ വേറെ ഒന്നിനെയും തന്നെ സ്വല്പം പോലും ഒരു പ്രിയമുണ്ടാവുകയില്ല. ആ ജ്ഞാനിയുടേതായ സകല ചേഷ്ടകളും അയാൾ ചെയ്യുന്നതായ സർവകർമ്മങ്ങളും എനിക്കായിക്കൊണ്ട് എന്നെ സങ്കല്പിച്ചുകൊണ്ടുള്ളതല്ലാതെ വേറൊരു ഉദ്ദേശത്തോടുകൂടി ഒരിക്കലും അങ്ങായിരിക്കുകയില്ല. അങ്ങനെയുള്ളതായ ഒരു ജ്ഞാനി പ്രിയതമോദോമേ ജ്ഞാനേനാസോഭിവർത്തിമാം. ആ ജ്ഞാനി എനിക്ക് ഏറ്റവും പ്രിയതമനായിരിക്കുന്ന ആളാണ്. പ്രിയം, പ്രിയതരം, പ്രിയതമം, ഇനി അതിനപ്പുറത്ത് പ്രിയമാവാനൊന്നുമില്ല എന്ന് പറയാം. തന്നെ താനായി വിളങ്ങുന്ന ആ ആത്മസ്വരൂപത്തെ അനുഭവിച്ചുകൊണ്ട് സർവം ഖല്ലിതം ബ്രഹ്മ, ഞാൻ താനിതെല്ലാം മറ്റൊന്നുമില്ല, നൂനം സനാതനം, ഈ കാണപ്പെടുന്നതായ സകല ചരാചരങ്ങളും എന്നിൽ നിന്നും അന്യമല്ല, ഞാൻ തന്നെയാണ് സകല ചരാചരാത്മാവായിരിക്കുന്നത് എന്നതായ ആ ഭേദജ്ഞാനത്തെ നേടിയിരിക്കുന്നതായ ഒരു ജ്ഞാനി എനിക്ക് ഏറ്റവും പ്രിയതമനായിരിക്കുന്ന ഒരാളാണ് എന്ന് പറയാം. എപ്പോഴാണ് നമ്മൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആളായി തീരുക? ഈ സർവാത്മഭാവം ഉദിക്കുന്നതായ സമയത്ത്. ഭഗവാൻ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ഇന്ന പ്രകാരത്തിൽ മാത്രം എന്ന രീതിയിൽ അങ്ങ് ആശ്രയിക്കാതെ ആരാധിക്കാതെ സകല ചരാചരങ്ങളിലും കൂടി ഉള്ളുന്നതായ സർവാന്തര്യാമിയാണ് എന്നുള്ളതായ ആ ഭാവം ഉൾക്കൊള്ളുന്നതായ വേളയിലാണ് ഭഗവാൻ അത് പ്രിയതമനായി തീരുക എന്ന്. എന്താണ് സനാതന ധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു മഹാത്മ്യം തന്നെ? അങ്ങകലെ ഇരിക്കുന്നതായ ഏതോ ഒരു സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ച് കേഴാനല്ല, നമ്മളോട് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ഓം വിശ്വം വിഷ്ണുവഷട്കാരഃ, കൺതുറന്നാൽ കാണുമാർ, കൈനീട്ടിയാൽ തൊടുമാർ, പ്രപഞ്ചാകാരനെ പ്രതിഭാസിക്കുന്നതായ പരമേശ്വരനായിരിക്കുന്നതായ ഭഗവാനെ കീർത്തിക്കുവാനാണ് അനുഭവ സമ്പന്നന്മാരെ പൂർവ്വഋഷീശ്വരന്മാരെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ അവസ്ഥയിൽ സർവാത്മഭാവത്തെ നേടിയിരിക്കുന്നതായ ഒരു ജ്ഞാനി എനിക്ക് ഏറ്റവും പ്രിയതമനായിരിക്കുന്ന ആളാണ്. നാലം കുർവന്തിതാം സിദ്ധിം യാ ജ്ഞാനകലയാകൃത. ഈ ആത്മജ്ഞാനത്തെ നേടാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു ജീവൻ്റെ പരമലക്ഷ്യം, പരമഭാഗ്യമായിരിക്കുന്നത്. എന്നെല്ലാം തപാനുഷ്ഠാനാദികളായിക്കൊള്ളട്ടെ, തീർത്ഥസ്നാനാദികളായിക്കൊള്ളട്ടെ, വേദമന്ത്ര ജപങ്ങളാവട്ടെ, ദാനധർമാദികളാവട്ടെ, ഇതെല്ലാം ഈ ആത്മജ്ഞാനത്തിൻ്റെ ചെറിയൊരു അംശം പോലും അങ്ങായിത്തീരില്ല എന്ന് പറയാം. എല്ലാറ്റിലും ഉപരിയായിരിക്കുന്നതാണ്, പരമമായിരിക്കുന്നതാണ് ഈ ആത്മജ്ഞാനം. ഭാരതം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ? ഭായിൽ രതിയുള്ള ആൾക്കാരാണ് ഭാരതീയർ, ജ്ഞാനത്തിൽ രതിയുള്ളതായ ആൾക്കാരാണ് എന്ന് പറയാം. എന്നും അറിവിനെ അറിഞ്ഞ് ആദരിക്കുന്നതായ ഒരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ പതാക ഏതാ? ഭാരതത്തിൻ്റെ പതാക
1930 ഭാരതം സ്വതന്ത്രമാവും എന്ന സ്ഥിതി വന്നതായ വേളയിൽ ഭാരതം സ്വതന്ത്രമായാൽ ഭാരതത്തിന് എന്തായിരിക്കണം പതാക എന്ന് ഒരു ചർച്ചയുണ്ടായ സമയത്ത് ആ സ്വാതന്ത്ര്യ സമരത്തിലെ മുന്നണി പോരാളികളായിരിക്കുന്നതായ ആൾക്കാരിൽ ഏറികൂറും ആൾക്കാർക്കും ഏക അഭിപ്രായം ഉണ്ടായത് ഹിന്ദുസ്ഥാൻ്റെ പതാകയെന്നും കാവ്യമായിരിക്കണമെന്ന്. അന്നേരം ഭാരതത്തിൽ ജനിച്ച് ലണ്ടനിലെ പള്ളിമണികൾ കേട്ട് വളർന്ന് ഭാരതീയ സംസ്കാരത്തിൽ സ്വല്പം പോലും വിശ്വാസമില്ലാതിരുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു അത്രേ അത് വർഗീയമാണ്, ഒരു മതത്തിൻ്റെയാണ്, അത് വേണ്ടെന്ന് പറഞ്ഞ് അതിന് മാറ്റി. ഹിന്ദുക്കളെ സന്തോഷിപ്പിക്കാനായി ഒരു കാവിത്തുണ്ട് മേലെ വെച്ചു, മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കാനായി ഒരു പച്ചത്തുണ്ട് താഴെ വെച്ചു. ഇവർ രണ്ടുപേരും ഒരിക്കലും ചേർന്നിരിക്കരുത് എന്ന് പറഞ്ഞൊരു വെള്ളത്തുണ്ട് നടുവിലും വെച്ചു. അങ്ങനെ ഒരു പതാകയിലെ നമ്മൾ ഉണ്ടാക്കി. ശരിക്കും ഹിന്ദുസ്ഥാൻ്റെ പതാക കാവി തന്നെയാണ്. എന്തുകൊണ്ട് കാവി പതാകയെ നമ്മൾ ആരാധിക്കുന്നു? കാവി കണ്ടാൽ കൈകൂപ്പുന്നതായൊരു സംസ്കാരമായി നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ അറിയപ്പെടാൻ ഇടയാവുന്നു. കാവി അഗ്നിയുടെ പ്രതീകമാണ്. അഗ്നി അറിവിൻ്റെ സ്വരൂപമാണ്. അഗ്രണീർ ഭവതീതി അഗ്നി. എന്താണ് അഗ്നി? അഗ്നിയെ സൂചിച്ചുകൊണ്ട് അഗ്നിയെ സാക്ഷിയാക്കിയിട്ടാണ് നമ്മൾ എല്ലാ കർമ്മങ്ങളും ആരംഭിക്കുന്നത്. ഋഗ്വേദത്തിൽ ആദ്യത്തെ മന്ത്രം അഗ്നിമേളെ പുരോഹിതമെന്ന് തുടങ്ങാൻ കാരണം വിശ്വാമിത്രൻ്റെ പുത്രനായ മധുചന്ദസ് അഗ്നിയെ ആരാധിച്ചുകൊണ്ട് കൽപ്പിക്കാനൊരു കാരണം, നമ്മളെന്നും ആരാധിക്കുന്നത് അറിവിനെയാണ്. പതനത്തിൽ നിന്ന് കാക്കുന്നതാണ് പതാക. നമുക്ക് വീഴ്ച പറ്റുന്നത് എപ്പോഴും അജ്ഞാനത്തിൽ നിന്നാണ്, അറിവില്ലായ്മയിൽ നിന്നാണ്. അതിന് രക്ഷ കിട്ടണമെങ്കിൽ എന്ത് വേണം? അറിവാണ് ഇന്ന് നമ്മൾക്ക് രക്ഷയായിരിക്കുന്നത്. കാവി കണ്ടാൽ കലിതുള്ളുന്നതായ ആൾക്കാരെ ഇന്ന് കാണുവാൻ സാധിക്കും. അറിവിനെ കണ്ടാൽ അവഹേളിക്കുന്നതായ അജ്ഞാനികളാണ് കാവി കണ്ടാൽ കലിതുള്ളുന്നത്. കാവി എന്നും അറിവിൻ്റെ പ്രതീകമാണ്. ഈ അറിവിന് സമമായിട്ട് ഒന്നും തന്നെയില്ല. ജ്ഞാനവിജ്ഞാന സമ്പന്നോ ഭജമാം ഭക്തിഭാവിത. ജ്ഞാനവിജ്ഞാന സമ്പന്നനായിക്കൊണ്ട് ഭക്തിയാൽ പരിപൂർണനായിട്ട് എന്നെ തന്നെ ഭജിച്ചു കൊള്ളുക. ഇതിലുപരിയായിരിക്കുന്നൊരു മാർഗത്തെ അന്വേഷിക്കാനായിക്കൊണ്ടില്ല. സർവാത്മഭാവത്തെ ഉള്ളിൽ ഉദിച്ചിരിക്കുന്നതായ അതിൽ നിഷ്ഠയെ നേടിയിരിക്കുന്നതായ ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ജന്മാദയോസ യതമീ തവ തസ്യം സ്യോ ആദ്യന്തയോർ യഥസദോസി തദൈവ മധ്യേ. ഇവിടെ കണ്ടും കേട്ടും എന്തെല്ലാം അനുഭവിക്കുന്നുണ്ടോ ഇതെല്ലാം ഒരു കാലത്തും ഇല്ലാത്തതാണ് എന്നുള്ളതായ അനുഭവം സഹജ സംസ്കാരമായി ശ്വാസോച്ഛ്വാസം പോലെ എന്നും ഉള്ളിൽ ഉറച്ചിരിക്കും. ഇവിടെ പ്രപഞ്ചം എന്ന് വെച്ചാൽ ഒരു അനുഭവ പരമ്പരയാണ്. ഈ അനുഭവാത്മകമായിരിക്കുന്നതായ ഈ പ്രപഞ്ചം തന്നെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അനുഭവ മണ്ഡലങ്ങളിലൂടെയാണ് അങ്ങ് അനുഭവിക്കുന്നത്. ഈ അനുഭവ മണ്ഡലങ്ങളിലൂടെ അനുഭവിക്കുന്നതായ ഈ പ്രപഞ്ചം ശരീരമനോബുദ്ധികളാകുന്ന 3 ഉപാധികളെ കൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഈ ശരീരമനോബുദ്ധികളാകുന്ന 3 ഉപാധികളും ശരീരമനോബുദ്ധികളെ കൊണ്ട് അനുഭവിക്കുന്നതായ ഈ പ്രപഞ്ചാനുഭവങ്ങളും എന്നും മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഈ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അനുഭവ മണ്ഡലങ്ങളിൽ കഴിയുന്നതായൊരു ജീവൻ, ഈ ജീവന് 4മതൊരു അനുഭവമില്ല. ഒരാളുടെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 അനുഭവ മണ്ഡലങ്ങളിൽ ഒതുങ്ങി. ഈ 3 അനുഭവ മണ്ഡലങ്ങളിൽ ശരീരമനോബുദ്ധികളാകുന്ന ഉപാധികളെ കൊണ്ട് എന്തെല്ലാം അനുഭവിക്കുന്നോ അതെല്ലാം നശ്വരമാണ്, പരിധിയുള്ളതാണ്, പരിമിതിയുള്ളതാണ്. ഈ ശരീരം എന്താ പേര് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ശങ്കരൻകുട്ടിയാണ്, കേശവൻകുട്ടിയാണ്, ലക്ഷ്മിക്കുട്ടിയാണ് എന്നെല്ലാം പറയും. എത്ര കാലമായി ഈ പേര് കിട്ടിയിട്ട്? 60-70 വർഷമായി എന്ന് പറയും. 70 വർഷം മുമ്പ് എന്തായിരുന്നു പേര്? അറിയില്ല. ഇനി എത്ര കാലം ഉണ്ടാവും? അറിയില്ല. ഇനിയൊരു കുറച്ച് വർഷം കഴിഞ്ഞ് 10 വർഷം ഏറി കൂടിയാലും ഒരു 10 വർഷം കൂടെ അതുകൂടി കഴിഞ്ഞ് തട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ ശരീരം വീണ് കഴിഞ്ഞാൽ പിന്നെ ആരാവും, എന്താവും, എവിടെയാവും അറിയില്ല. അപ്പോൾ ഈ ശരീരത്തിന് മുമ്പ് എന്തായിരുന്നു അതറിയില്ല. ഇനി അവസാനം എന്താവും അതും അറിയില്ല. അപ്പോൾ ആദ്യത്തിലും അറിയില്ല, അവസാനത്തിലും അറിയില്ല എന്നുള്ളതാണ് മറുപടിയെങ്കിൽ, ആദ്യത്തിലും അവസാനത്തിലും അറിയില്ല എങ്കിൽ ആദൗ അന്തേച്ച എന്നാസ്തി വർത്തമാനേഭി തത്തഥാ. ആദ്യത്തിലും അവസാനത്തിലും ഇല്ലാത്തത് ഒരിക്കലും വർത്തമാനത്തിലും ഇല്ലാത്തതാണ്. ഈ പ്രപഞ്ചം വർത്തമാനകാലത്തും ഒരു പ്രകാരത്തിലും ഇല്ലാത്തതാണ് എന്ന് ആ ജ്ഞാനിയെ സംബന്ധിച്ച് സഹജ സംസ്കാരമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഏറ്റതായ സമയത്ത് പരമഭാഗവതനായ ഉദ്ധവർ അവിടുത്തെ ശ്രീപാദപത്മങ്ങളിൽ വീണു വണങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രഭോ, ജ്ഞാനം വിശുദ്ധം വിപുലം യഥൈതൽ വൈരാഗ്യവിജ്ഞാനയുതം പുരാണം ആഖ്യാഹി വിശ്വേശ്വര വിശ്വമൂർത്തേ ത്വൽഭക്തിയോഗം ച മഹൽവുറിഗ്യം. ജ്ഞാനം വിശുദ്ധം വിപുലം യഥൈതൽ. ആ പരമവിശുദ്ധമായ ജന്മജന്മാന്തരങ്ങളായി കട്ടിപിടിച്ചിരിക്കുന്ന അജ്ഞാന അന്ധകാരത്തെ എല്ലാം പാടി നശിപ്പിക്കുന്നതായ ആ പരമജ്ഞാനം, വൈരാഗ്യയുക്തമായിരിക്കുന്നതായ പരമജ്ഞാനം ഏത് പ്രകാരത്തിലുള്ളതാണോ ആഖ്യാഹി, ഏത് പ്രകാരത്തിൽ ഈ ഉള്ളവനോട് ആഖ്യാനം ചെയ്താലാണോ അത് ഉൾക്കൊള്ളുവാനായി കൊണ്ട് സാധിക്കുക, ഈ ഉള്ളവൻ്റെ അവസ്ഥയനുസരിച്ച്, അർഹതയനുസരിച്ച് അരുളി ചെയ്യാൻ
അറിയാവുന്നതായ ആളല്ലേ അവിടുന്ന് അരുളി ചെയ്യണമേ. ത്വൽ ഭക്തിയോഗം ചമഹൽ വിമൃഗ്യം. പാദപാംസുക്കളാൽ പാരിനെ പവിത്രമാക്കാൻ പോകുന്നതായ പ്രാതസ്മരണീയന്മാരായ മഹാത്മാക്കളെ എന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ പരമപ്രേമ സ്വരൂപിണിയായിരിക്കുന്നതായ ഭക്തി ഏത് പ്രകാരത്തിലുള്ളതാണ്, അതിനെ എവിടുന്ന് അരുളി ചെയ്യണേ. വിശ്വേശ്വര വിശ്വമൂർത്തേ. ഉദ്ധവ് ഭഗവാനോട് ഏത് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്തും വളരെ ആദരവോടുകൂടിയിട്ട് പരമപ്രേമഭാവത്തോടു കൂടിയിട്ടാണ് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുന്ന ഒരാളോട് നമ്മൾക്കൊരു ബഹുമാനം തോന്നുക എന്നുള്ളത് സാധാരണമാണ്. എന്നും കൂടെ കഴിയുന്നതായ ഒരാളോട് നമ്മൾക്ക് ആദരവുണ്ടാവുക അത് വളരെ വിരളമാണ്. ഉദ്ധവനോളം ഭഗവാനോടൊപ്പം എന്നും ഊണലും ഉറക്കത്തിലും കഴിച്ചതായ ഒരാൾ വേറെയില്ല. ഭഗവാന് 3 സഖാക്കളുള്ളതിൽ അർജുനൻ, ശ്രീധാമാവ്, ഉദ്ധവര്. അതിൽ അർജുനൻ പലപ്പോഴും ഭഗവാനെ നേരമ്പോക്കായിട്ടും കളിയാക്കിയിട്ടും പരിഹസിച്ചിട്ടും പല ഭാവത്തിൽ ഭഗവാനോട് അപമര്യാദയായി പെരുമാറിയെന്ന് അർജുനൻ തന്നെ അതിൽ പരിതപിക്കുന്നുണ്ട്. ശ്രീധാമാവാണെങ്കിൽ കളിക്കൂട്ടുകാരനായിരുന്നു. പക്ഷേ ഉദ്ധവരാവട്ടെ ഓർമ്മ വെച്ച നാൾ മുതൽ ഭഗവാന്റെ ശ്രീപാദ സേവയെ ചെയ്ത് ഭഗവാനോട് സ്വല്പം പോലും ഒരു അനാദരവോ ഒരു പ്രവൃത്തിയോ ഇല്ലാതെ ഭഗവാനെ ആശ്രയിച്ച് കഴിഞ്ഞതായ ആളാണ് ഉദ്ധവര്. ആ ഉദ്ധവര് പരമപ്രേമഭാവത്തോടുകൂടി ആദരവോടുകൂടി ചോദിക്കുകയാണ്, ഏത് പ്രകാരത്തിലാണ് ആ ഭക്തിയെ ഉൾക്കൊള്ളാനെങ്കിലും സാധിക്കുക, ജ്ഞാനത്തെ നേടുവാനെങ്കിലും സാധിക്കുക, അതോടെ നടി ചെയ്യണമേ. താപത്രയങ്ങളാൽ പീഡിതമായി കഴിയുന്നതായി ഈ ലോകത്തിന് ദ്വന്ദ്വാപപത്രാൽ അമൃതാഭിവർഷാൽ അവിടുത്തെ ശ്രീപാദങ്ങളാകുന്ന ആ കാരുണ്യഛായയുടെ കീഴിലല്ലേ ഈ ലോകത്തിന് എന്നും ആനന്ദിക്കുവാനെ കൊണ്ട് സാധിക്കുക. അവിടുത്തെ ശ്രീഭാരങ്ങളല്ലാതെ പിന്നെ എന്തുണ്ടൊരു ആശ്രയം. സമുദ്ധരയിനം കൃപയാപവർഗേർ വജോപിരാസിഞ്ച മഹാനുഭാവാം. ഈ കാലാഹിനാപരിഗ്രസ്തമായിരിക്കുന്നതായി ഈ ലോകത്തിലെ നാനാവിധ ദുഃഖങ്ങളാൽ ക്ലേശഭൂയിഷ്ടമായി കഴിയുന്നതായി സംസാര ജീവന്മാർക്ക് അവിടുത്തെ തിരുവായ് മൊഴികളാവുന്നതായ ആ അമൃതവാണികളാൽ അങ്ങ് ആനന്ദിപ്പിക്കണമേ. ഈ ലോകത്തിനെന്നും കുളിർമയെ കൊടുക്കുന്നതാണ്. നാവികന്നീ ഭവാബ്ദിക്കോ രാവിവൻ തോണി നിൻപദം. ഈ സംസാര സാഗരത്തെ കടക്കുവാൻ കിട്ടിയിരിക്കുന്നതായ ഒരു വൻ തോണി എന്ന് പറയുന്നത് ഭഗവാന്റെ തിരുവായ്മൊഴിയാണ്. ഭഗവാന്റെ തിരുവായ്മൊഴിയാകുന്ന വേദങ്ങളാണ്, ശാസ്ത്രങ്ങളാണ് എന്നും പ്രമാണമായിട്ടിരിക്കുന്നത്. അതിനിവിടുന്ന് അരുളി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. ഇത് കേട്ട സമയത്ത് ഭഗവാൻ അരുളി ചെയ്യാണ്, ഹേ ഉദ്ധവ, ഈ ചോദിച്ചതായ ചോദ്യത്തെ പണ്ട് അജാതശത്രുവായിരിക്കുന്ന ആ ധർമ്മോത്തര് ശരശയിൽ കിടക്കുന്നതായ ഭീഷ്മ പിതാമഹനോട് അങ്ങ് ചോദിക്കാനിടയായി. അന്ന് ഭീഷ്മ പിതാമഹന് ഉപദേശിച്ചതായ ആ ശാസ്ത്രസാരം ജ്ഞാനവൈരാഗ്യ വിജ്ഞാന ശ്രദ്ധാഭക്തിവമിഹിതാൻ. ജ്ഞാനവിജ്ഞാന വൈരാഗ്യ സഹിതമായിരിക്കുന്ന ആ പരമതത്വം ഞാനിത് പറഞ്ഞു തരാൻ കേൾക്കൂ. ഭഗവാൻ അറിയാത്തതല്ല. ജ്ഞാനമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയാണ് സകല ആചാര്യന്മാരും സർവവും അങ്ങ് അരുളി ചെയ്തിരിക്കുന്നത്. ആ ജ്ഞാനമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ അരുളി ചെയ്യാണ്, ഭീഷ്മർ അന്ന് പറഞ്ഞു കൊടുത്തതിനെ ഞാൻ പറഞ്ഞു തരാമിട്ടോ എന്ന്. എന്താ കാണിക്കുന്നത്? ഒന്നാം, നമ്മൾക്ക് ഏവം പരമ്പരാപ്രാപ്തം എങ്ങനെ വേണം? നമ്മൾക്കൊരു ഗുരു പരമ്പരയുണ്ട്. പരമ്പരാപ്രാപ്തമായിരിക്കുന്നതായ മാർഗത്തിലൂടെ വേണം നമ്മൾക്ക് ആത്മീയ ജീവിതത്തിലങ്ങ് മുന്നേറാനേക്കൊണ്ട്. നാരായണ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം എന്ന് വന്ദിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ എല്ലാ അനുഷ്ഠാനങ്ങളും ആദ്യം ആരംഭിക്കുന്നത്. ആദിനാരായണനെ തുടങ്ങി നമ്മുടെ ഗുരുനാഥൻ വരെ എത്തിയിരിക്കുന്നത് എല്ലാ ഗുരുപരമ്പരകളെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരെ വന്ദിച്ചുകൊണ്ട് ആ പരമ്പരയിൽ ഒരു ചങ്ങലക്കണ്ണിയായി തീർന്നുകൊണ്ട് അസമ്പ്രദാവിത് സർവശാസ്ത്ര വിശാരദോപി മൂഢവൽ ഉപേക്ഷണിയായെന്ന അറിവിൻ്റെ അവസാന വാക്കായി ആചാര്യന്മാർ അംഗീകരിച്ച് ആരാധിക്കുന്നതായ ജഗദ്ഗുരു ശങ്കരാചാര്യസ്വാമി തൃപ്പാദങ്ങൾ അരുളി ചെയ്യുന്നു. സമ്പ്രദായത്തിലൂടെ അല്ലാത്തതായ ഒരാൾ അത് എത്ര തന്നെ പണ്ഡിതനായാലും മൂഢനെ പോലെ കരുതി അങ്ങ് ഉപേക്ഷിക്കാൻ ഇടയാവണമെന്ന്. അസമ്പ്രദായ മാർഗത്തിലൂടെ പോയാൽ വളഞ്ഞ വഴിക്ക് പോയി കഴിഞ്ഞാൽ എത്തിച്ചേരാൻ കാലതാമസം വരുമെന്നർത്ഥം. പരമ്പരാപ്രാപ്തമായിരിക്കണം ഈ ജ്ഞാനം എന്നുള്ളതിന് വേണ്ടി ഭഗവാൻ അരുളി ചെയ്യാണ്, ഇത് ഭീഷ്മർ ഉപദേശിച്ചതാണ് എന്ന് മാത്രമല്ല ഭഗവാന്റെ ആ വിനയഭാവത്തെ കാണിക്കുകയാണ്. ഒരു ആചാര്യനെ എങ്ങനെ ഉപദേശിക്കുന്നതായ ഒരാളെ എങ്ങനെ ഉണ്ടാവണം, എല്ലാം എനിക്കറിയാം, ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ളതായ ഭാവത്തോടു കൂടിയിട്ട് പ്രഭാഷണം ചെയ്ത് മറ്റുള്ളവരെ പ്രബുദ്ധരാക്കാമെന്ന ഭാവത്തോടു കൂടിയിട്ടാവരുത്. യഥാതീതം യഥാമതി. സൂതമഹർഷി ശൗനകാദികളോട് പറയുന്ന സമയത്ത് ഞാൻ എന്താണോ ഉൾക്കൊണ്ടത്, എന്നെ എന്താണോ മനസ്സിലാക്കിയിരിക്കുന്നത്, എൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച് ഞാൻ പറഞ്ഞുതരാമെന്ന എളിമയോട് കൂടിയിട്ടാണ്. എവിടെ എളിമയുണ്ടോ അവിടെ തെളിമയുണ്ട്, എവിടെ തെളിമയുണ്ടോ അവിടെ മഹിമയുണ്ട്. അതാണ് ശാസ്ത്രസാരം. ആ വിനയഭാവത്തെ കാണിക്കണം. ഒരു ആചാര്യൻ ഉണ്ടാവേണ്ടുന്നതായ വിനയഭാവത്തെ ഭഗവാൻ ആടിപ്പാടി കാണിച്ചു തരികയാണെന്ന് ഭീഷ്മരെ ഉപദേശിച്ചതിനെ ഞാൻ പറഞ്ഞുതരാം, കേൾക്കൂ. പ്രപഞ്ചാധാരമായ പരമസത്യത്തെക്കുറിച്ച്, ആ ആത്മസ്വരൂപത്തെക്കുറിച്ച് ശാസ്ത്രങ്ങളെല്ലാം പല പ്രകാരത്തിലും പ്രകീർത്തിച്ചിട്ടുണ്ട്. നവൈകാർശമഞ്ചത്രീൻ ഭാവാൻ ഭൂതേഷിയേനവയും
11 തത്വങ്ങളായിട്ട്, 15 തത്വങ്ങളായിട്ട്, 24 തത്വങ്ങളായിട്ട്, 36 തത്വങ്ങളായിട്ട്, 64 തത്വങ്ങളായിട്ട്, 90 തത്വങ്ങളായിട്ട് പല പ്രകാരത്തിൽ ശാസ്ത്രത്തിൽ അതിനെല്ലാം അങ്ങ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല പ്രകാരത്തിൽ പ്രകീർത്തിക്കപ്പെടുന്നതായ ഈ പ്രപഞ്ച തത്വങ്ങളിലെല്ലാം അതിനെല്ലാം ഉണ്മയെ കൊടുക്കുന്നതായ ആ ആത്മതത്വത്തെ ഏകമായി ആരാണോ കാണുന്നത് തജ്ഞാനം മമ നിശ്ചിതം, അതാണ് പരമായ ജ്ഞാനം എന്നുള്ളതാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ശ്രീനാരായണ ഗുരുദേവനും ആത്മോപനിഷത്തിൽ അരുളി ചെയ്യും. പലവിധമായി അറിയുന്നതന്നെയൊന്നായി വിലസുവതാം സമയെന്നുമേലിലോതും. പലവിധമായി അറിയുന്നതന്യെന്നായി, ഇവിടെ 2 പ്രകാരത്തിൽ അന്യ എന്നും സമയം എന്നും പേരായിട്ട് പലതായി കാണുന്നതാണ് അന്യ എന്ന് പറയുന്നത്. പലവിധമായി അറിയുന്നത് അന്യൊന്നായി വിലസുവതാം സമയെന്നുമേലിലോതും. ഒന്നായി വിലസുവതാം സമയെന്ന്, എന്തിനേയും ഒന്നായി കാണുന്നതാണ്, നാനാത്വത്തിൽ ഏകത്വം കാണുന്നതാണ് സമയം എന്ന് പറയുന്നത്. ഇവിടെ സ്വർണത്തെ കൊണ്ടാണ് ആഭരണങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. നമ്മൾ കഴുത്തിലിടുന്നതിനെ മാലയെന്ന് പറയും, കയ്യിലിടുന്നതിനെ വളയെന്ന് പറയും, വിരലിടുന്നതിനെ മോതിരമെന്ന് പറയും. പേര് പലതായാലും രൂപം പലതായാലും സ്വർണം ഒന്നു തന്നെയാണ്. യാതൊന്നിൽ നിന്നുണ്ടായോ അത് കാരണവും ഉണ്ടായ വസ്തു കാര്യവുമാണ്. സ്വർണത്തിൽ നിന്ന് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതുകൊണ്ട് സ്വർണം കാരണമാണ്, ആഭരണം കാര്യമാണ്. കാര്യത്തിന് നാനാത്വമുണ്ട്, കാരണത്തിന് നാനാത്വമില്ല. മാലയായാലും സ്വർണ്ണമായാലും വളയായാലും അത് സ്വർണം തന്നെയാണ്. കാര്യത്തെ കാണുന്നതായ ഒരാൾക്ക് നാനാത്വമുണ്ടാവും, കാരണത്തെ കാണുന്നതായ ഒരാൾക്ക് ഏകത്വ ബുദ്ധി ഉണ്ടാവാനിടയായിത്തീരും. 2 പേര്, ഒരു ലക്ഷ്മിക്കുട്ടിയും കല്യാണിക്കുട്ടിയും ജ്വല്ലറിയിൽ ചെന്നു, കല്യാൺ ജ്വല്ലറിയിൽ ചെന്നു. എന്താ ജ്വല്ലറിയിൽ ചെന്നതിൻ്റെ കാര്യം? ഈ കല്യാണിക്കുട്ടിക്ക് വീട്ടിൽ ധാരാളം പണമുണ്ട്, പക്ഷെ ബാങ്കിലിടാൻ വയ്യ. അപ്പോൾ ബാങ്കിലിട്ട് കഴിഞ്ഞാൽ ഒക്കെ പിടിക്കുമല്ലോ, ആനയ്ക്ക് ചങ്ങല വെച്ച പോലെയാണല്ലോ ഒക്കെ പിടിച്ചിരിക്കുന്നത്. ബാങ്കിലിടാതെ വയ്യ, ഇട്ടാൽ കൊടുക്കണം, ഇട്ടില്ലെങ്കിൽ കൊടുക്കണം, ആകെ പ്രശ്നമായിരിക്കല്ലേ. അപ്പോൾ ആ പണം കൊടുത്ത് കുറച്ച് സ്വർണം വാങ്ങിക്കുക. സ്വർണം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുക. എന്നാൽ പിന്നെ ബാങ്കിലിടേണ്ട ആവശ്യമില്ലല്ലോ. വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കള്ളനും വന്ന് നോക്കില്ല. കള്ളൻ ഒരിക്കലും ഫ്രിഡ്ജ് തുറന്ന് നോക്കില്ലല്ലോ, കള്ളൻ കൊണ്ടുപോകില്ലല്ലോ. എന്നെല്ലാം കല്യാണിക്കുട്ടിക്ക് ഒരു കുബുദ്ധി. അങ്ങനെ കല്യാണിക്കുട്ടി കുറച്ച് സ്വർണം വാങ്ങിക്കാനെ കൊണ്ട് കല്യാൺ ജ്വല്ലറിയിൽ ചെന്നു. ലക്ഷ്മിക്കുട്ടിയും അയൽവാസിയും ലക്ഷ്മിക്കുട്ടിയും കൂടെ ചെന്നു. ലക്ഷ്മിക്കുട്ടിക്ക് എന്താ ആഗ്രഹം? ഒരു പാലക്കമാല വാങ്ങിക്കണമെന്നാണ്. 70ാമത്തെ വയസ്സിലെ ഒരു ആഗ്രഹം ലക്ഷ്മിക്കുട്ടിക്ക് പാലക്കമാല ഇടണമെന്ന്. വയസ്സുകാലത്താണല്ലോ ഈ മോഹങ്ങളൊക്കെ കൂടി വരിക. ഈ ലക്ഷ്മിക്കുട്ടിയും കല്യാണിക്കുട്ടിയും കൂടി കല്യാൺ ജ്വല്ലറിയിൽ ചെന്നു. അവിടെ ചെന്ന് ലക്ഷ്മിക്കുട്ടി പാലക്കമാല വേണമെന്ന് പറഞ്ഞു. ആ ജ്വല്ലറിക്കാരനുള്ള മാലകളൊക്കെ എടുത്ത് മുന്നിലേക്ക് വെച്ചു കൊടുത്തു. ഓരോന്ന് കണ്ട സമയത്ത് ലക്ഷ്മിക്കുട്ടി ചോദിച്ചു, അല്ല വേറെ ഉണ്ടോ? ഓരോ ഡിസൈനും എടുത്ത് നോക്കുക. ഈ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന കാലത്ത് ഇതൊന്നും പോരാ, ഇനിയുള്ളതൊക്കെ വേണം എന്നുള്ള കൂട്ടത്തിലാണ്. എത്ര ഡിസൈൻ കണ്ടാലും പോരാ എന്നുള്ള മട്ടിൽ മാറ്റിയും ചോദിക്കുക. കല്യാണിക്കുട്ടിക്ക് ആവട്ടെ അവിടെ ഡിസൈനൊന്നും നോക്കിയില്ല. കല്യാണിക്കുട്ടി കണ്ടോട്ടെ, എന്നാ തൂക്കം നോക്കൂ, അതെത്രയായി, എന്നാ വെച്ചോളൂ എന്ന് പറഞ്ഞ് ഉള്ള ആഭരണങ്ങൾ മുഴുവനും വാങ്ങിക്കൂട്ടി കല്യാണിക്കുട്ടി എന്ന് പറയാം. കല്യാണിക്കുട്ടി ഒരിക്കലും അവിടെ ഡിസൈൻ നോക്കിയില്ല. കല്യാണിക്കുട്ടി എന്ത് വാങ്ങിക്കാനാണ് ചെന്നത്? സ്വർണം വാങ്ങിക്കാനാണ് ചെന്നത്. ലക്ഷ്മിക്കുട്ടി എന്ത് വാങ്ങിക്കാനാണ് ചെന്നത്? ആഭരണം വാങ്ങിക്കാനാണ് ചെന്നത്. ഒരാൾ കാരണത്തെ കണ്ടു, ഒരാൾ കാര്യത്തെ കണ്ടു എന്ന് പറയുകയാണ്. ആഭരണത്തെ കാണുന്നതായ ഒരാൾക്ക് നാനാത്വ ബുദ്ധി ഉണ്ടാവും, കാര്യത്തെ കാണുന്നതായ ഒരാൾക്ക് എന്തിലും അന്തർലീനമായിരിക്കുന്നതായ കാരണം. സ്വർണമാണ് ആഭരണ രൂപേണയിരിക്കുന്നത്, കാരണം തന്നെയാണ് കാര്യരൂപേണയിരിക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ കാണപ്പെടുന്നതായ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഈശ്വര സ്വരൂപമായി അങ്ങ് ദർശിക്കാനെ കൊണ്ട് സാധിക്കും. യാതൊന്നില്ലെങ്കിൽ എല്ലാം ഉണ്ടോ, യാതൊന്നില്ലെങ്കിൽ ഒന്നുമില്ലയോ, അതാണ് പരമകാരണം. നമ്മൾക്ക് സത്പ്രത്യയാക്കിന്നു വിഹായ സന്തം ഹൃദ്ദേശ ചിന്താരഹിതോ ഹൃദാഖ്യ. ഭഗവാൻ രമണ മഹർഷി പറയും, ഈ ഉണ്ട് എന്ന് പറയപ്പെടുന്നതായ സത്പ്രത്യയങ്ങളൊക്കെ എന്തുകൊണ്ടുണ്ട്? ഒരു ഉണ്മയുള്ളതുകൊണ്ടാണ്, ഒരു ആത്മസ്വരൂപം ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടെന്ന് പറയുന്നത്. അതില്ലെങ്കിലോ ഇതൊന്നും തന്നെ ഇല്ല. നമ്മൾ ഈ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അല്ലേ, ഒക്കെ അനുഭവിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചാനുഭവങ്ങളൊക്കെ ഏതുവരെ അനുഭവിക്കും? ആ ഒരു ഉണ്മയുള്ളവരെ മാത്രം, ആത്മചൈതന്യമുള്ളവരെ മാത്രം. ആ ആത്മചൈതന്യം ഇല്ലെങ്കിൽ ഇവിടെ വല്ലതും കാണാനോ കേൾക്കാനോ അനുഭവിക്കാനോ പറ്റുമോ? സാധിക്കുകയില്ല. അപ്പോൾ ആത്മചൈതന്യത്തെ കൊണ്ടാണ് എന്തും അനുഭവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് എന്തിനും കാരണമായിരിക്കുന്നത് ആ ആത്മചൈതന്യമാണ്. ഈ പ്രപഞ്ചാനുഭവങ്ങളെല്ലാം തന്നെ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ കാര്യപ്രപഞ്ചം മാറ്റത്തിന് വിധേയമാണ്. കാരണസ്വരൂപമായിരിക്കുന്ന ആത്മാവട്ടെ അതൊരിക്കലും മാറാതിരിക്കുന്നതാണ്.
സർവകാരണ നിരാസകാരണം എന്നാണ് ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ വിശേഷിപ്പിക്കുന്നത്. എല്ലാ പ്രപഞ്ച കാരണങ്ങളെയും നിരസിക്കുന്നതായി, നിഷേധിക്കാൻ പറ്റാത്തതായ പരമകാരണമാണ് ആത്മസ്വരൂപം എന്ന് പറയുന്നത്. അനാദിരാദർ ഗോവിന്ദോ സർവകാരണ കാരണം, എല്ലാ കാരണങ്ങൾക്കും പരമകാരണമായിട്ടങ്ങ് വർത്തിക്കുന്നത്. അപ്പോൾ സ്വർണമാണ് ആഭരണമായിട്ടിരിക്കുന്നത്, കാരണമാണ് കാര്യമായിട്ടിരിക്കുന്നത്, പ്രപഞ്ച കാരണമായിരിക്കുന്ന ഈശ്വരനാണ് പ്രപഞ്ചാകാരനെ പ്രതിഭാസിക്കുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരോടൊരു വിദ്വേഷം ഉണ്ടാവാനേക്കൊണ്ട്, എവിടെ ഒരു ഭേദഭാവന ഉണ്ടാവാനേക്കൊണ്ട്, സ്വല്പം പോലൊരു ഭേദഭാവന ഇല്ലാതെ ആ സർവാത്മഭാവത്തെ വീഴ്ചുകൊണ്ട് ഈ കാണപ്പെടുന്നതായ പ്രപഞ്ചം മുഴുവൻ തന്നിൽ നിന്നും അന്യമല്ല എന്നുള്ളതായ ആ അഭേദഭാവനെ അങ്ങ് ദർശിക്കാനിങ്ങോട്ട് സാധിക്കും. പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന ആ ആത്മസ്വരൂപം താൻ തന്നെയാണ്, താനാകുന്ന ആത്മസ്വരൂപമാണ് പ്രപഞ്ചാകാരനെ പ്രതിഭാസിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സർവാത്മഭാവത്തിൽ വേണ്ട രീതിയിൽ സ്ഥിരപ്രതിഷ്ഠിതനായിരിക്കുന്നതായ ഒരാൾക്ക് സ്വല്പം പോലും ഒരു ഭേദഭാവനയില്ലാതെ, അന്യത്വഭാവമില്ലാതെ സകല ചരാചരങ്ങളോടും ഒരുപോലെ ആ പരമപ്രേമഭാവത്തോടു കൂടിയിട്ട് അങ്ങ് വർത്തിക്കാനായിട്ട് സാധിക്കും. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, കേട്ടിട്ടില്ലേ? ആരാ പറഞ്ഞ്? യേശുവും കോശുവൊന്നുമല്ല, വ്യാസൻ. സത്യം, വ്യാസൻ്റെ മക്കളായി നമ്മൾ വ്യാസൻ പറയുന്നത് ഏറ്റുപറയാതെ പിന്നെ എന്തിനായി പടിഞ്ഞാറൻ കാറ്റിൻ്റെ പിന്നാലെ പോകുന്നത്? നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നീ ആരാ? നീ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, തന്നിൽ താനായി വിളങ്ങുന്ന ആത്മസ്വരൂപമാണ്. തത്വമസി, അത് നീ തന്നെയാണ്. ആ ആത്മസ്വരൂപിയായി ഞാൻ തന്നെയാണ് സകല ചരാചരങ്ങളിലും ഒരുപോലെ കുടികൊള്ളുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്നോട് തോന്നുന്നതായ സ്നേഹം സകല ചരാചരങ്ങളോടും ഒരുപോലെ തോന്നാൻ ഇടയായിത്തീരും. എന്തിനാണ് വേദാന്തം പഠിക്കുന്നത്? എന്തിനാണ് ആത്മജ്ഞാനം നേടുന്നത്? പരസ്പരം തമ്മിൽ തല്ലി കലഹിച്ച് അഹങ്കരിച്ച് കഴിയാനല്ല, തന്നെ പോലെ സകല ചരാചരങ്ങളെയും അഭേദഭാവന ദർശിച്ചുകൊണ്ട് ജീവിതം ആനന്ദപൂർണ്ണമാക്കി തീർക്കുവാനാണ്. ഈ ലോകമില്ലാത്താണ്, അല്ലാത്താണ് എന്ന് പറഞ്ഞ് ആർക്കും ഉപകാരമില്ലാതെ കാലം കൊല്ലുകളായി ഏതെങ്കിലും ഒരു മലമുകളിൽ ചെന്ന് കണ്ണും പൊത്തി മൂക്കും പൊത്തി കാലം കഴിച്ചു കൂട്ടാനല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രപഞ്ചത്ത് മുഴുവൻ തന്നെ സ്വരൂപമായി കണ്ടുകൊണ്ട് സ്നേഹിക്കാനും സേവിക്കാനുമാണ് അനുഭവ സമ്പന്നന്മാരായ ആചാര്യന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അനുഭവ സിദ്ധന്മാരായ മഹാത്മാക്കൾ, ഇപ്പം അംബരീഷാദികൾ, പ്രഹ്ലാദാദികൾ, ഇല്ലെങ്കിൽ ജനകനെ പോലെയുള്ളതായ മഹാത്മാക്കൾ ഈ ലോകമില്ലാത്താണെന്ന് ബോധിച്ചുകൊണ്ട് തന്നെ ഈ ലോകത്തെ സേവിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് കർത്തവ്യകർമ്മങ്ങളെ വേണ്ട രീതിയിൽ മാതൃകാപരമായി അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾക്ക് മാതൃകാപുരുഷന്മാരായി വർത്തിച്ചതായ മഹാത്മാക്കളാണ്. എന്നാൽ ഈ ഭാവം എങ്ങനെ ഉറയ്ക്കും? സൃജ്യാൽ സൃജ്യം എരന്യാത്. ഈ കാര്യങ്ങളിലെല്ലാം കാരണത്തിന് അനുവൃത്തിയുണ്ട് എന്നുള്ളതായ വിചാരയോഗത്താൽ ഈ ഭാവത്തെ ഉള്ളിൽ ഊട്ടി ഉറപ്പിച്ചുകൊള്ളു എന്ന് പറയാണ്. ആഭരണങ്ങൾ ഏതായാലും അതിലെല്ലാം ഇരിക്കുന്നത് സ്വർണം തന്നെയാണ് എന്ന് പറയുന്ന പോലെ കാര്യത്തിൽ കാരണം വ്യാപിച്ചിരിക്കുന്നു. അതുപോലെ ഈ പ്രപഞ്ചാകാരനെ പ്രതിഭാസിക്കുന്നത് ഈശ്വരൻ തന്നെയാണെന്ന് വിചാരം ചെയ്ത് സകല ചരാചരങ്ങളെയും ഒരുപോലെ ആ ഈശ്വര സ്വരൂപമായി കണ്ടുകൊണ്ട് ആനന്ദിക്കുവാനായി ശ്രമിച്ചാലും അത് എങ്ങനെ നമ്മൾക്ക് ആഗമം, ആപ്തോക്തി, പ്രത്യക്ഷം, അനുമാനം, ഇതാണ് ശ്രുതി പ്രത്യക്ഷമൈതിഹ്യം അനുമാനം ചതുഷ്ടയം, 4 വിധത്തിലുള്ള പ്രമാണങ്ങൾ ഈ അറിവിനെ നേടാനേക്കൊണ്ട്. അതിൽ ശാസ്ത്രം പഠിച്ചിട്ട് ഈ അറിവുണ്ടാവും. ശാസ്ത്രം പഠിക്കാൻ പറ്റിയില്ല, അതിൻ്റെ സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ല. ശാസ്ത്രത്തെ അനുഭവിച്ചറിഞ്ഞിരിക്കുന്നതായ ആചാര്യന്മാരുടെ ഗുരുവാക്കിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ആ ശാസ്ത്രസാരത്തെ ഉൾക്കൊള്ളാനെങ്കിലും സാധിക്കും. ഇനി അതിന് സാധിച്ചില്ല, പ്രത്യക്ഷാനുമാനാദികളിലൂടെ കൺമുന്നിൽ കാണുന്നതായ പ്രപഞ്ച പദാർത്ഥങ്ങളെ വേണ്ടതിൽ വിചാരം ചെയ്ത് തന്നിൽ താനായി വിളങ്ങുന്ന ആത്മസ്വരൂപത്തെ ബോധിച്ച് ജന്മത്തെ സഫലമാക്കാനെങ്കിലും സാധിക്കും, ലക്ഷ്യത്തെ നേടുവാനെങ്കിലും സാധിക്കും. അങ്ങനെ ഈ 4 വിധ പ്രമാണങ്ങളിലൂടെ നോക്കുകയാണെങ്കിലും വികൽപ്പാത്സ വിരജ്യതേ, ഈ കാണപ്പെടുന്നതായ പ്രപഞ്ചം ഒരു കാലത്തും ഇല്ലാത്തതാണ്. ജാഗ്രത സ്വപ്ന സുഷുപ്തികളാകുന്ന ആ അനുഭവമണ്ഡലങ്ങളിലെ അനുഭവങ്ങളെല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. മാറുന്നതൊന്നും സത്യമല്ല. ത്രികാലാബാധിതം സത്യം, 3 കാലത്തും മാറാതെ ഒരുപോലെ ഇരിക്കുന്നതാണ് സത്യം. അത് ആത്മസ്വരൂപം മാത്രമാണെന്ന് ബോധിക്കാനെങ്കിലും സാധിക്കും. നവനവമിന്നലെ എന്നു നാളെ മറ്റേ ദിവസമത് ഇങ്ങനെ ചിന്ത ചെയ്തിടാതെ അവിരതമെണ്ണി അളന്നിടുന്നതെല്ലാം ഭ്രമമൊരു ഭേദവുമില്ലറിഞ്ഞിടേണം. ദേശകാലങ്ങളെ കൊണ്ട് എൻ്റെ നിൻ്റെ അന്ന് ഇന്ന് എന്ന് പറഞ്ഞ് എന്തെല്ലാം നമ്മൾ അളന്ന് മുറിച്ച് കണക്കാക്കി കഴിയുന്നുവോ ഇതെല്ലാം ഭ്രമമൊരു ഭേദവുമില്ലറിഞ്ഞിടേണം. ഇതൊക്കെ വെറും ഭ്രമമാണ് എന്ന് പറയാം. അതാണ് ശ്രീരാമകൃഷ്ണനും പറഞ്ഞത്, ഈ ലോകത്തിൽ എല്ലാവർക്കും ഭ്രാന്ത എന്ന് പറയാം. ആരാണ് ഭ്രാന്തനെന്ന് പറയുന്നത്?
ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കരുതുന്നവനാണ് ഭ്രമിച്ചിരിക്കുന്നവൻ ഭ്രാന്തൻ എന്ന് പറയുന്നത്. ഇല്ലാത്തതായ ലോകത്തെ ഉണ്ടെന്ന് കഴിയുന്നത് ഒരു കാലത്തും ഇല്ലാത്തതായ ലോകമാണെന്ന് സ്വല്പം ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ബോധിക്കാനായിട്ട് സാധിക്കും. അവിചാരസുന്ദരം ദൃശ്യം, വിചാരശീലന്മാരല്ലാത്തതായ ആൾക്കാർക്കാണ് ഈ ലോകം, ഈ ദൃശ്യപദാർത്ഥങ്ങൾ, ഈ ദൃശ്യലോകം എപ്പോഴും സുഖമായി തോന്നുവാനിടയായി തീരുക. വിവശിന്നശ്വരം പശ്യേൽ അദൃഷ്ടമവി ദൃഷ്ടവൽ, ദൃഷ്ടവൽ അദൃഷ്ടമവി. ഈ കാണപ്പെടുന്നതായ പ്രപഞ്ചം എന്നും മാറ്റത്തിന് വിധേയമാണ് എന്ന് നമ്മൾക്ക് കൺമുന്നിൽ പ്രത്യക്ഷത്തിൽ അനുഭവമുള്ളതാണ്. ഈ ശരീരമനോദ്യകളാകുന്ന 3 ഉപാധികളല്ലാതെ 4മതൊരു ഉപാധിയില്ല നമ്മൾക്ക് ഈ അവസ്ഥാത്രയങ്ങളിലെ പ്രപഞ്ചാനുഭവങ്ങളൊക്കെ അനുഭവിക്കാനേ കൊണ്ട്. ഈ ശരീരമനോദ്യകളാകുന്ന ഉപാധികളാവട്ടെ ശരീരം എന്നും മാറ്റത്തിന് വിധേയമാണ്. ശരീരം എന്നും ഒരുപോലെയാണോ? ഒരു 40 വർഷം മുമ്പ് എങ്ങനെയുണ്ടായിരുന്നതാ? ഇതാ ഇരിക്കുന്നത് കണ്ടില്ലേ? പണ്ട് സൂപ്പർ സ്റ്റാറായി നടന്ന ആളാ, കോഴി കഞ്ചാവ് അടിച്ച പോലെയായി ഇപ്പോൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ. മാറ്റം, ശരീരം മാറ്റത്തിന് വന്നു കഴിഞ്ഞു. മനസ്സ് എന്നും ഒരുപോലെയാണോ? ഇപ്പോൾ ഇവിടെ വന്ന് ഇരുന്നതിന് ശേഷം തന്നെ ടെലിവിഷൻ സ്ക്രീനിൽ ചിത്രങ്ങൾ ഓടുന്ന പോലെ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് ചിന്തകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. നിമിഷം പ്രതി കാറ്റത്തട്ട പഞ്ഞിയെ പോലെ പാറിക്കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് മനസ്സ്. ബുദ്ധി എന്നും ഒരുപോലെയാണോ? ചെറുപ്പത്തിൽ അടുത്ത വീട്ടിൽ ശങ്കരൻകുട്ടിയായിട്ട് ചോറും കൂട്ടാനും വെച്ച് കളിച്ചതാ. ഇപ്പോൾ 70ാമത്തെ വയസ്സിൽ ശങ്കരൻകുട്ടിയെ ചോറും കൂട്ടാനും വെച്ച് വിളിക്കാൻ പറ്റുമോ? അന്ന് ബാലബുദ്ധി, ഇന്ന് പ്രൗഢബുദ്ധി. ബുദ്ധിക്ക് മാറ്റമുണ്ട്. അപ്പോൾ ശരീരമനോബുദ്ധികളാകുന്ന ഉപാധികളെല്ലാം തന്നെ മാറ്റത്തിന് വിധേയമാണ് എന്ന് നമ്മൾക്ക് ദൃഷ്ടമാണ്. ഈ കാണപ്പെടുന്നതായ പ്രപഞ്ചം ഇങ്ങനെ മാറ്റത്തിന് വിധേയമാണെങ്കിൽ ഈ നമ്മൾ കാണാത്തതായ മറ്റ് സ്വർഗാദി സൂക്ഷ്മ ലോകങ്ങളെല്ലാം തന്നെ ഇതുപോലെ നശിക്കുന്നതാണെന്ന് വിചാരം ചെയ്ത് ഉള്ളിൽ ഉറപ്പിച്ചുകൊള്ളൂ. ബ്രഹ്മാദി പിപീലികാന്തധനുഷു, ബ്രഹ്മാവ് മുതൽ ഒരു ഉറുമ്പ് വരെയുള്ളതായ സകല ചരാചരങ്ങളും മാറ്റത്തിന് വിധേയമാണ്. മാറുന്നതെല്ലാം നശിക്കുന്നതാണ്. മാറാതിരിക്കുന്നത് ആത്മസ്വരൂപം മാത്രമാണെന്ന് ഏതൊരാൾക്കും ബോധിക്കാനെ കൊണ്ട് സാധിക്കും. ഹേ ഉദ്ധവ, ഭക്തിയോഗ പുരൈവോക്തം പ്രിയമാണായതേ നഘ. ഹേ അനഘ, പരിശുദ്ധാത്മാവായിരിക്കുന്ന ഹേ ഉദ്ധവ, ആ പരമപ്രേമ സ്വരൂപിണിയായിരിക്കുന്നതായ ഭക്തിയുടെ അവാച്യമായിരിക്കുന്ന ആനന്ദാനുഭൂതിയുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു തരാം. അത് ആർക്കും ഉൾക്കൊള്ളുവാനെ കൊണ്ട് സാധിക്കും? പരിശുദ്ധാന്തകരണന്മാരായിരിക്കുന്നതായ ആൾക്കാർക്ക് മാത്രമേ അതറിയാനെ കൊണ്ട് സാധിക്കൂ, അത് അനുഭവിക്കാനെ കൊണ്ട് സാധിക്കൂ. നിർമ്മത്സരാണാം സദാം വേദ്യം, മാത്സര്യായ ദോഷങ്ങളൊന്നുമില്ലാതെ ശുദ്ധാന്തഹൃദയന്മാരായിരിക്കുന്നതായ ആൾക്കാർക്കാണ് അത് ഉൾക്കൊള്ളുവാനെ കൊണ്ട് സാധിക്കുക എന്ന നിലയ്ക്ക് ഭഗവാൻ ഉദ്ധവരെ അനഘ എന്ന് വിളിക്കുകയാണ്. പരിശുദ്ധാത്മാവായിരിക്കുന്ന ഉദ്ധവ. മുന്നേ പറയപ്പെട്ടതായ ആ ഭക്തിയോഗത്തെക്കുറിച്ച് പറഞ്ഞു തരാം. പുനശ്ച കഥയിഷ്യാമി മൽഭക്തേ കാരണം പരം. എന്നിൽ പരമപ്രയമായിരിക്കുന്ന ആ ഭക്തിയെ നേടാനുള്ളതായ മാർഗത്തെ ഞാൻ പറഞ്ഞുതരാം. ശാസ്ത്രസാരം നമ്മൾക്ക് ആത്മരതിയും വിഷയവിരക്തിയും ഉണ്ടാവണം. ആ ആത്മരതി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? വിഷയവിരക്തി ഉണ്ടാവണം. അതിനുവേണ്ടി ഈ കാണപ്പെടുന്നതായ പ്രപഞ്ചപദാർത്ഥങ്ങളെല്ലാം തന്നെ ഒരു കാലത്തും ഇല്ലാത്തതാണ് എന്ന് വിചാരയോഗത്താൽ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ, ഒന്നൊന്നായി എണ്ണി എണ്ണി നേരി പ്രക്രിയയിലൂടെ വിചാരത്തിലെല്ലാം തള്ളി ഈ കാണപ്പെടുന്നതായ പ്രപഞ്ചപദാർത്ഥങ്ങളിൽ സ്വല്പം പോലും മനസ്സ് വ്യാപരിക്കാതിരിക്കാനുള്ളതായി ജ്ഞാനമാർഗത്തെ അവിടുന്ന് വ്യക്തമാക്കി. പിന്നെ എന്താണ് നേടേണ്ടത്? ആത്മരതി ഉണ്ടാവണം. തന്നിൽ താനായി വിളങ്ങുന്ന ആത്മസ്വരൂപിയായിരിക്കുന്നതായ ഭഗവാനോടുള്ളതായ പ്രേമഭാവം അങ്ങ് പൂർണ്ണമായി തീരണം. അതിനുള്ളതായ മാർഗത്തെ പറഞ്ഞു തരാം. ഹേ ഉദ്ധവ, ശ്രദ്ധാമൃതകഥായാമേ ശശ്വന്മതിന് കീർത്തനം പരിനിഷ്ഠാച പൂജായാം സുധിവിസ്ഥവനം മമാം. എൻ്റെ അമൃതകഥകളെ എന്നും ശ്രദ്ധയോടുകൂടി അങ്ങ് കേൾക്കണം, അങ്ങ് കീർത്തിക്കണം. ഭഗവാന്റെ കഥകൾ കേൾക്കണം. നമുക്ക് ജ്ഞാനസാധനങ്ങൾ 3 ഭക്തി സാധനങ്ങൾ 9. ശ്രവണമനന നിധിധ്യാസങ്ങളാകുന്നതായ ജ്ഞാനസാധനങ്ങളിൽ ആദ്യത്തെ സാധന ശ്രവണമാണ്. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം മുതലായ 9 ഭക്തി സാധനങ്ങളിലും ആദ്യത്തെ സാധന ശ്രവണമായിട്ടാണ് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നത്. എന്താ ഈ ശ്രവണത്തിന് മുഖ്യ പ്രാധാന്യം കൊടുക്കാനുള്ളൊരു കാരണം എന്നാണെങ്കിൽ, നമുക്ക് അനുഭവജ്ഞാന പ്രതിബന്ധങ്ങൾ 4 എന്ന് പറയും. ഒന്ന് പ്രജ്ഞാമാന്ദ്യം, വിഷയാസക്തി, കുതർക്കം, വിപര്യ ദുരാഗ്രഹമെന്ന്. പ്രജ്ഞാമാന്ദ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ശാസ്ത്രതത്വങ്ങളെല്ലാം തന്നെ നമ്മൾ ഒന്നിലെ കേൾക്കാൻ തുടങ്ങിയൊന്നുമില്ല. ശികാലയിലൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര സപ്താഹങ്ങളൊക്കെ പോയിരിക്കണം, എത്രയാ ഭാഗതം വായിച്ചിരിക്കുന്നത്, ശിവണമൊക്കെ വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ മുമ്പ് കേട്ടതുമാണ്, എത്രയോ തവണയൊക്കെ എഴുതിയെടുത്തിട്ടുമുണ്ട്. പക്ഷേ എവിടെ ഇതൊക്കെ ഉള്ളിലുറയ്ക്കാൻ ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല. കേട്ടിട്ടുണ്ട്, പക്ഷെ അനുഭവത്തിൽ വരുന്നില്ല. പ്രജ്ഞ മന്ദീഭവിച്ചു പോവുകയാണ്. അങ്ങനെ പ്രജ്ഞ മന്ദീഭവിച്ചിരിക്കുന്നതായ ആ അവസ്ഥയാണ് പ്രജ്ഞാമാന്ദ്യം എന്ന് പറയുന്നത്. പ്രജ്ഞാമാന്ദ്യം, വിഷയാസക്തി, വിഷയങ്ങളോടുള്ള അമിതമായ ആസക്തി എന്നും അനുഭവജ്ഞാന പ്രതിബന്ധമാണ്.
കുതർക്കം എന്തെന്നാണോ ഉദ്ദേശിച്ച് പറയുന്നത് അതിൻ്റെ വിപരീതാർത്ഥത്തെ അങ്ങ് ധരിക്കാൻ അങ്ങ് ഇടയായി തീരുക. നല്ല വഴിക്കല്ല, വിപരീതമായിട്ട് എന്ന് പറയുക. ഒരിക്കൽ ഒരു മാന്ത്രിക വിശ്രി വിൽക്കാനെ കൊണ്ട് ഒരാൾ വന്നു എന്നാ എല്ലാവരോടും വന്ന് പറഞ്ഞു, ഇത് സാധാരണ ഒരു വിശ്രിയല്ല, മാന്ത്രിക വിശ്രിയാണ്, വളരെ ദിവ്യമാണ്, 1000 രൂപ. ആശ്ചര്യപ്പെട്ടു, 1000 രൂപ ഒരു വിശ്വറിക്കോ? എന്താ അതൊരു ഫാനിന് പോലും ഇല്ലല്ലോ, പിന്നെന്താ ഒരു വിശ്വറിക്ക്, പനയോല കൊണ്ടുള്ള ഒരു വിശ്വറിക്ക് ഇങ്ങനെ 1000 രൂപ എന്ന് പറയുന്നത് ചോദിച്ചു. അതേ, 1000 വർഷം ഉപയോഗിക്കാം, അതാണ് ഇതിൻ്റെ വിശേഷം. ഓ, 1000 വർഷം, 1000 വർഷത്തിന് 1000 രൂപയാണെങ്കിൽ ഒരു വർഷത്തിന് 1 രൂപ, അത്രയല്ലേ ഉള്ളൂ. ഒരു വർഷം ഉപയോഗിക്കാം, 1 രൂപയിൽ ചിലവുള്ളൂ, കുഴപ്പമൊന്നുമില്ല. എന്നാൽ പിന്നെ ഒരു മാന്ത്രിക വിശ്രി വാങ്ങിക്കാം എന്ന് കരുതി 1000 രൂപ കൊടുത്തൊരു മാന്ത്രിക വിശ്രി വാങ്ങിച്ചു. മാന്ത്രിക വിശ്രം വാങ്ങിച്ച് പിന്നെ എവിടെ പോകുന്ന സമയത്ത് മാന്ത്രിക വിശ്രം വീശിയിട്ട് തന്നെ നടന്നു. സപ്താഹത്തിന് അതിലും മുന്നിൽ ചെന്ന് 1000 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്. 1000 വർഷം ഉപയോഗിക്കണ്ടേ, അത് വീശിക്കൊണ്ട് നടന്നു. 4 ദിവസം ഉപയോഗിക്കുമ്പോഴേക്കും അതൊക്കെ കുചേലൻ്റെ കുട പോലെയായി തീർന്നു. ഒക്കെ പാറി പറന്നൊക്കെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ആ മാന്ത്രിക വിശ്രം വിൽക്കുന്നത് അയാൾ വീണ്ടും അതുവഴിക്ക് വന്നു. അന്നേരം ഈ വാങ്ങിയ ആളൊക്കെ ചുണ്ടി എടുത്തു, 1000 വർഷം നിൽക്കുന്നുണ്ട്, 4 ദിവസം അത് നിൽക്കുന്നില്ല, ഇങ്ങനെയുള്ളതിനെ പറഞ്ഞു പറ്റിച്ച് എന്നാലും ചുണ്ടി എടുക്കുക. അന്നേരം ആ വിശ്രി വിൽപ്പനക്കാരൻ ചോദിച്ചു, അതേ, വിശ്രി 1000 വർഷം നിൽക്കുന്നുള്ളത് ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാനൊരിക്കലും പറഞ്ഞില്ല, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇപ്പോൾ നടക്കുന്ന ആളൊന്നുമല്ല ഞാൻ പറഞ്ഞത് സത്യം. സത്യം, പിന്നെന്താ, 4 ദിവസമായിട്ടുള്ളൂ, കണ്ടില്ല അതിൻ്റെ കോലമെന്ന് പറയുക. ആവട്ടെ, നിങ്ങളെങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് ചോദിക്കുക. എങ്ങനെയാണ് സാധാരണ വിശ്രി വീശും പോലെ അങ്ങ് വീശി എന്ന് പറഞ്ഞു. അന്നേരം വിശ്രി വിൽപ്പനക്കാരൻ, അവിടെ ആ കുഴപ്പം, അവിടെ പശു പറ്റിയത്, വിശ്രി എടുത്ത് ഇങ്ങനെയല്ല വീശിയല്ല വേണ്ടത്, ആ വിശ്രി എടുത്ത് പിടിക്കണം എന്നിട്ടോ മുഖം അങ്ങ് തിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും, എന്നാലും ഒരിക്കലും കുഴപ്പമൊന്നും സംഭവിക്കില്ല, 1000 വർഷം ഉപയോഗിക്കാമെന്ന് അല്ലേ. അതാണ് കുതർക്കം എന്ന് പറയുന്നത്. നേരി വിപരീതമായിട്ട് അർത്ഥത്തെ പറയാനങ്ങ് ഇടയായി തീരുക എന്ന് പറയാം. നല്ല വഴിക്കല്ല. മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവം തന്നെ എന്താ? മനോ ദുഷ്ടം അസൽപഥം. നല്ല വഴിക്ക് ചിന്തിക്കാനല്ല, ചീത്ത വഴിക്ക് ചിന്തിക്കാനാണ് ആദ്യം മനസ്സിലൊരു പ്രേരണ ഉണ്ടാവുക എന്നാ. അപ്പോൾ കുതർക്കം, പിന്നെ വിപരീത ദുരാഗ്രഹം, സാത്വിക അഹങ്കാരം, ഞാൻ വലിയ പ്രഭാഷകനാണ്, വലിയ പണ്ഡിതനാണ്, വലിയ ദാനിയാണ്, ധർമ്മശീലനാണ്, ഇങ്ങനെയുള്ളതായ സാത്വിക അഹങ്കാരങ്ങൾക്ക് ഉള്ളിലുണ്ടാവുന്നത്. ഇതിനൊക്കെ മറുമരുന്നായിട്ട് എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്? ശ്രവണമാണ് എന്ന് പറയുക. കേൾക്കണം. പറയുന്നത് ആരോ ആയിക്കൊള്ളട്ടെ, ഭഗവാനെക്കുറിച്ചാണോ പറയുന്നത്, ആത്മതത്വത്തെക്കുറിച്ചാണോ അങ്ങ് അറിയിക്കുന്നത്, അത് കേൾക്കാനുള്ളൊരു മനസ്സിൽ ഉണ്ടാവണം. അത് എങ്ങനെ? ശ്രദ്ധ അമൃതകഥായാമേ, അമൃതകഥായാമേ ശ്രദ്ധ. അമൃതകഥകളിൽ ശ്രദ്ധയുണ്ടാവണം എന്ന് പറയാണ്. ഭഗവാന്റെ കഥകൾ അമൃതകഥകളാണ്. എന്തുകൊണ്ട് അമൃതകഥകൾ? കാലം എത്ര കടന്നു പോയാലും കാലത്തിൻ്റെ കൈവല്ലുകൾക്ക് മാറ്റാൻ പറ്റാതെ ചിരപുരാതനമെങ്കിലും നിത്യനൂതനമായിട്ട് ലോകത്തിൽ നിന്നും വഴിവിളക്കായി മാർഗദർശകമായി തീരുന്നതാണ് ഭഗവാന്റെ കർമ്മങ്ങളും ലീലകളും എല്ലാം തന്നെ. ഇന്ന് ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ലോകത്തിനു വേണ്ടി ജീവിച്ചതായ അവതാര പുരുഷന്മാർ ഇന്നും ലോകത്തിൽ ആരാധിക്കപ്പെടുന്നു. കാലങ്ങൾ എത്ര കൽപ്പകാലങ്ങൾ കഴിഞ്ഞാലും ഇന്നും ലോകമെന്നും അവരെ ആരാധിക്കുന്നു. അതേസമയത്ത് നമ്മൾക്ക് മുന്നേ ഉള്ളതായ ആൾക്കാർ, നമ്മളുടെ മുത്തച്ഛൻ്റെ പേരെല്ലാം എന്താ എന്ന് ചോദിച്ചാൽ ആർക്ക് എത്ര പേർക്ക് പറയുവാനെങ്കിലും സാധ്യമല്ല. ഭഗവാന്റെ ലീലകൾക്ക്, ഭഗവാന്റെ കഥകൾക്ക് ഒരിക്കലും നാശമില്ല. ഭഗവാന്റെ കഥകൾക്ക് നാശമില്ല എന്ന് മാത്രമല്ല, ഭഗവാന്റെ കഥകളെ കീർത്തിക്കുന്നതായി, ഭഗവാനെ ആശ്രയിക്കുന്നതായി ജീവന്മാർക്കും ഒരിക്കലും ഒരു നാശം ഭവിക്കാൻ ഇടയായിത്തീരില്ല. കൃതിരൂപം മുഖേ നാമ നൈവേദ്യം ഉദരേ ഹരേഹ പാദോദകം ച നിർമാല്യം മസ്തകേയസ്യ സോച്യുത. ഭഗവാന്റെ തിരുനാമങ്ങളെ കീർത്തിച്ചുകൊണ്ട് അവിടുത്തെ പ്രസാദത്തെ ധരിച്ചുകൊണ്ട് ശ്രീപാദദാസ്യത്തെ ചെയ്യുന്നതായ ഭക്തൻ ഒരിക്കലും നാശമില്ല എന്നുള്ളത് കൊണ്ടാണ് ഭഗവാനെ അച്യുതൻ എന്ന് വിളിക്കുന്നത് എന്ന. അങ്ങനെ ഒരിക്കലും നശിക്കാത്തതായ ആ പദവിയിലോട്ട് ഉയർത്തുന്നതായ ദിവ്യങ്ങളായ ആ കഥകളെ അങ്ങ് കേൾക്കണം, ശ്രദ്ധയോടുകൂടി അങ്ങ് കേൾക്കണം. ശ്രദ്ധ അമൃതകഥായാമേ. നമ്മൾക്ക് ഭക്തി ഉണ്ടാവാൻ ആദ്യമായിട്ടുണ്ടാവേണ്ടതായൊരു ഗുണം ഭഗവത് കഥകളിൽ ശ്രദ്ധയുണ്ടാവുക എന്നുള്ളതാണ്. ഭഗവത് കഥകളിൽ ശ്രദ്ധയെ ജനിപ്പിക്കുന്നില്ല എങ്കിൽ അത് കേവലം കായക്ലേശത്തെ ഉളവാക്കുന്നു എന്നുള്ളതല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് ഭാഗവതം ആദ്യമേ അങ്ങ് അനുശാസിക്കുകയാണ്. ആർക്കെങ്ങാനും വേണ്ടി കടം കഴിക്കുന്ന പോലെ ഇരുന്ന് നമ്മൾ ചെയ്തിട്ടോ പറഞ്ഞിട്ടോ പാടിയിട്ടോ കാര്യമില്ല. പറഞ്ഞതിൻ്റെ പ്രയോജനം പറഞ്ഞ ആൾക്കുണ്ടാവണം, കേട്ടതിൻ്റെ പ്രയോജനം കേട്ട ആൾക്കാർക്ക് എന്ന് പറയാം. അങ്ങനെ ശ്രവണം മാത്രം ഉണ്ടായാൽ പോരാ, ശശ്വന്മദന കീർത്തനം. എൻ്റെ കഥകളെ, എൻ്റെ ദിവ്യങ്ങളായ തിരുനാമങ്ങളെ എന്നും അനുകീർത്തനം ചെയ്യണം. ചില ആൾക്കാർ ധാരാളം കേൾക്കും. എവിടെ സപ്താഹം ഉണ്ടെങ്കിലും ഭാഗവതം ഉണ്ടെങ്കിലും ഞാൻ 108 സപ്താഹം കേൾക്കണം, എല്ലാ വൈശാഖത്തിലും ഗുരുവായൂർ പോകാറുണ്ട്, എല്ലാ വായനയും കേൾക്കാറുണ്ട്, വളരെ വിസ്തരിച്ചൊക്കെ പറയും. പണ്ട് പരീക്ഷത്തിന് ഒരു ഭാവം കേട്ട ഉടനെ മുക്തി കിട്ടി. ഇത് 100 സപ്താഹം കേട്ടിട്ട് മുക്തി കിട്ടിയിട്ടില്ല.
ഇത് സാധാ പാപി അല്ലെങ്കിൽ പെരിയ പാപി എന്ന് പറയുന്ന രീതിയിൽ അങ്ങ് അധപ്പതിച്ചു പോവുകയാണ്. എന്തുകൊണ്ട്? കേൾക്കലുണ്ടായിട്ടുണ്ട്, പക്ഷേ അനുഷ്ഠാനം ഉണ്ടായില്ല, സാധന ഉണ്ടായില്ല എന്ന് പറയാം. നമ്മൾ കേട്ടത് കൊണ്ട് മാത്രമായില്ല, ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർക്കണം, പ്രയോജനകരമായി തീരണം. ചന്താംസി അയാതയാമാനി. പഠിച്ചത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പഠിച്ചതിൻ്റെ പ്രയോജനം എന്ത്? പിന്നെ എന്തിനു വേണ്ടി പഠിക്കുന്നു? പഠിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം കേൾക്കുന്നത്? ഭഗവാനിൽ പരമപ്രേമത്തെ സിദ്ധിക്കാൻ വേണ്ടിയാണ്. പരമപ്രേമം സിദ്ധിക്കാൻ എന്ത് വേണം? മനസ്സ് ശുദ്ധമാവണം. കലികാലത്ത് മനസ്സിനെ ശുദ്ധമാക്കാൻ ഏറ്റവും എളുപ്പമായ മാർഗം എന്താണ്? ഭഗവാന്റെ തിരുനാമങ്ങളെ കീർത്തിക്കുക എന്നുള്ളതാണ്. ശശ്വന്മതനുകീർത്തനം. എപ്പോഴും എൻ്റെ നാമങ്ങളെ അനുകീർത്തനം ചെയ്യണം. ഇരിക്കായിക്കൊള്ളട്ടെ, കിടക്കായിക്കൊള്ളട്ടെ, നടക്കായിക്കൊള്ളട്ടെ. തൈലധാര പോലെ, ഗംഗാപ്രവാഹം പോലെ ഭഗവത് നാമം നാവിൽ നിന്നും അനുസ്യൂതമായിട്ട് അവിരാമമായിട്ടങ്ങ് അനർഗളമായിട്ടങ്ങ് ഒഴുകാനിടയായി തീരണം. വടക്ക് നോക്കി യന്ത്രത്തിലെ സൂചി എങ്ങുകൊണ്ടേ വെച്ചാലും അത് വടക്ക് നോക്കിയിരിക്കും. അതുപോലെ ഏത് പ്രാരബ്ധ കർമ്മത്തിൽപ്പെട്ട് ഉഴലാനിടയായി തീർന്നാലും നമ്മൾക്ക് മനസ്സ് ഭഗവാനെ ലക്ഷീകരിച്ചുകൊണ്ടാവണം. നാമം നാവിൽ നിന്നും അനർഗളമായിട്ടങ്ങ് ഒഴുകിക്കൊണ്ടിരിക്കണം. പരിനിഷ്ഠാച്ച പൂജായാം. ഭഗവത് പൂജകളിൽ, ഭഗവത് കൈങ്കര്യത്തിൽ ഒരു നിഷ്ഠയുണ്ടാവണം എന്ന് പറയാം. എപ്പോഴെങ്കിലുമൊക്കെ സ്ഥലം കിട്ടുമ്പോഴൊക്കെ സമയവും സൗകര്യവും പോലെ എന്ന രീതിയിലായി തീരരുത് ഈശ്വരോപാസന എന്ന് പറയുന്നത്. ഇന്ന് നോക്കൂ, മറ്റെന്തിനും സമയമുണ്ട്, സൗകര്യമുണ്ട്, കൃഷ്ണാസനത്തിനിടയില്ലതെല്ലും. തക്കാളി തിന്നാൻ ചികിരം മിനുക്കാൻ സൗകര്യവും നേരവുമുള്ള മർത്യൻ. മറ്റ് പലതിനും സമയമുണ്ട്, സൗകര്യമുണ്ട്. അമ്പലത്തിൽ പോവുകയാണെങ്കിൽ തന്നെ 2 മണിക്കൂർ കണ്ണാടറ മുന്നിൽ ചെന്ന് നിന്ന് ചായം തേച്ച് മിനുക്കി ഇല്ലേ, കറുത്തതിനെയൊക്കെ വെളുത്തതിനെയൊക്കെ കറുപ്പിച്ച് എന്തെല്ലാം പണിയെടുത്തിട്ട് വേണം. അതിനൊക്കെ മണിക്കൂർ കണക്കിന് ചിലവഴിക്കാം. 2 മണിക്കൂർ നാമം ജപിക്കാൻ പറഞ്ഞാൽ, ഭാഗവതം വായിക്കാൻ പറഞ്ഞാൽ നമ്മൾക്ക് സമയമില്ല, സൗകര്യമില്ല എന്നുള്ള മട്ടിലായി തീരുക. മറ്റെല്ലാറ്റിനും സമയമുണ്ട്, ഈശ്വര ഭജനത്തിന് മാത്രം സമയമില്ല എന്നാ. എന്ത് തെറ്റിയാലും ഒരിക്കലും ഈശ്വര ഭജനം തെറ്റരുത്, ഒരിക്കലും വിഷയഭജനം ചെയ്യാൻ ഇടയാവരുത്. അതാണ് ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ഭഗവത് പൂജകളിൽ എന്നും നിഷ്ഠയുണ്ടാവണം. സ്തുതിഭിസ്തവനം മമ. സ്തവപ്രിയനായിരിക്കുന്നതായ ഭഗവാന്റെ ദിവ്യങ്ങളായിരിക്കുന്നതായ ലീലകളെ എന്നും സ്തുതിക്കണം. ഭഗവാന്റെ കൈങ്കര്യാദികളെല്ലാം ചെയ്യുന്നതായ സമയത്ത് വളരെ ആദരവോടുകൂടിയിട്ട് ഇതിനൊരു ഭാഗ്യം എനിക്കുണ്ടായല്ലോ, എൻ്റെ ജന്മം സഫലമായല്ലോ എന്നുള്ളതായ പരമപ്രീതിയോടുകൂടി വേണം അങ്ങ് ചെയ്യാനായിക്കൊണ്ട് എന്ന് പറയാം. ആർക്കെങ്ങാനും വേണ്ടി കടം കഴിക്കുന്ന പോലെയുള്ളതായ രീതിയിൽ ഒരു കായികമായിരിക്കുന്ന ഒരു അഭ്യാസ പ്രകടനമായിട്ട് ഭക്തി സാധനങ്ങൾ അതപ്പതിച്ച് പോകാനിടയായി തീരരുത്. ഇന്ന് അശ്രദ്ധയോടുകൂടിയിട്ട് ആർക്കെങ്ങാനും വേണ്ടി ചെയ്യുന്നതായ കാര്യങ്ങൾക്കൊക്കെ പറയുന്ന പേരെന്താ? നമ്മുടെ മലയാളത്തിൽ നാടൻ ഭാഷയിൽ രോമന പേര് നമ്മൾ പറയുമല്ലോ. മകളോട് പറഞ്ഞു, മോളെ വീടൊക്കെ വൃത്തിയാക്കി വെക്കും കേട്ടോ, ഞാൻ വരുമ്പോഴേക്കും എല്ലാം ഇവിടെ വൃത്തിയാക്കി വെക്കണമെന്ന്. മകൾ ആർക്കെങ്ങാനും വേണ്ടി കടം കഴിക്കുന്ന പോലെയൊക്കെ ചെയ്തു വെച്ചു. അമ്മ വന്ന് നോക്കി, കണ്ട ഉടനെ അമ്മ എങ്ങാനും അറിയാട്ടെ കണ്ടു അവളെ ചെയ്ത് വെച്ചിരിക്കുന്നൊക്കെ വഴിപാട് കഴിക്കും പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന്. എന്ത് കഴിക്കും പോലെ? വഴിപാട് കഴിക്കും പോലെ, കടം കഴിക്കും പോലെ അശ്രദ്ധയോടുകൂടി ആർക്കെങ്ങാനും വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് വഴിപാട് കഴിക്കുക. സമ്മതിച്ചു. അതാണ് ലോകത്തിൻ്റെ അവസ്ഥ എന്ന് പറയാം. വഴിപാട് എന്ന വാക്കിനർത്ഥം തന്നെ വഴിപ്പെടുക, ഈശ്വരന് വഴിപ്പെടുക, നേരായ മാർഗത്തിലൂടെ ആത്മാർത്ഥമായി ചെയ്യേണ്ടതായ കർമ്മമാണ്. അത് വളരെ ആദരവോടുകൂടി വേണം അത് ചെയ്യുവാനായിക്കൊണ്ട് എന്ന് പറയാം. സർവാംഗൈരഭിവന്ദനം. എല്ലാ അംഗങ്ങളെ കൊണ്ടും നമ്മൾ എന്തെല്ലാം പ്രവർത്തികൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം ഭഗവാനുള്ള ആരാധനയായിട്ട് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ. ഇനി ഇന്നത് എന്നുള്ളതില്ല. സർവപ്രവർത്തികളും എൻ്റെ ഗുരുവായൂരപ്പൻ സന്തോഷിക്കണമേ എന്നതായ ഭാവത്തോടു കൂടിയിട്ട് ത്വൽപ്രസാദായ ഭൂയാൽ എന്ന നിലയ്ക്കാണ് അർപ്പിക്കുന്നതെങ്കിൽ ക്രമാനുഗതമായിട്ട് മനസ്സ് ശുദ്ധമാവാനും ഭക്തി വർദ്ധിക്കാനിടയായി തീരും. നമ്മൾ കാലത്തും വൈകുന്നേരവും മാത്രം ചെയ്യുന്നതായ ഒരു അനുഷ്ഠാനമല്ല പൂജ എന്ന് പറയുന്നത്. ജഗത ഈശധീയുക്ത സേവനം അഷ്ടമൂർത്തിഭൃൽ ദേവപൂജനം. ഈ ജഗത്തിനെ ഈശ്വര സ്വരൂപമായി കണ്ടുകൊണ്ട് ചെയ്യുന്നതായ സേവ തന്നെയാണ് അഷ്ടമൂർത്തിധരനായ ഭഗവാനുള്ള പൂജ എന്ന് പറയുന്നത്. മൽഭക്ത പൂജാഭ്യതിക സർവഭൂതേഷു മന്മതി. സകല ചരാചരങ്ങളിലും അന്തര്യാമിയായിരിക്കുന്നതായ ഭഗവാനെ കണ്ടറിഞ്ഞ് ആശ്രയിക്കാൻ പോകുന്നതായ ഒരു മനോഭാവം എപ്പോഴും ഉള്ളിലുണ്ടാവണം. അല്ലേ? സർവഭൂതേഷു യപ്പശ്യേൽ ഭഗവത് ഭാവമാത്മനഃ. ആരാണ് ഉത്തമ ഭക്തൻ? സകല ചരാചരങ്ങളിലും ഒരുപോലെ ഭഗവാനെ കാണുന്നതായ ആള്. എള്ളിൽ എണ്ണ പോലെ, പഞ്ചസാരയിൽ മധുരം പോലെ, പാലിൽ വെണ്ണ പോലെ, വാക്കിൽ അർത്ഥം പോലെ സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്നതായ ഭഗവാനെ അറിഞ്ഞ് ആശ്രയിക്കാൻ പോകുന്നതായ അവസ്ഥയിൽ എത്തിയിരിക്കുന്ന ആളാണ് ഉത്തമ ഭക്തൻ എന്ന് പറയാണ്. ആ ഒരു ഉത്തമ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈശ്വര ദർശനത്തിന് സ്വല്പം പോലും ഒരു പ്രയാസമില്ല. കാരണം കാണുന്ന എന്തോ ആരെയാണ് കാണുന്നത്?
ഈശ്വരനെയാണ് കാണുന്നത്. ഈശ്വരനല്ലാതെ വേറൊന്നില്ല ആ ഭക്തനെ സംബന്ധിച്ചിടത്തോളം. ഒരു ടീച്ചർ ക്ലാസ്സിൽ ചെന്ന് ചോദിച്ചു, കൃത്യമായിട്ടുള്ള ഉത്തരം പറയണം, ഈശ്വരൻ എവിടെയാണ് ഇരിക്കുന്നത്? കൃത്യമായ ഉത്തരം പറഞ്ഞാൽ 100 രൂപ തരാമെന്ന് പറഞ്ഞു. അന്നേരം ഒരു മിടുമിടുക്കൻ കുട്ടി മുന്നിലിരിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടി എഴുന്നേറ്റെന്ന് പറഞ്ഞു, ടീച്ചറെ, ഈശ്വരൻ എവിടെയാണ് ഇരിക്കാത്തത്? കൃത്യമായി പറഞ്ഞാൽ 200 രൂപ അങ്ങോട്ട് തരാമെന്ന്. അതാണ് ഉത്തമമായ ഉത്തരം. ഈശ്വരൻ എവിടെയാണ് ഇരിക്കുന്നത്, എവിടെയാണ് ഇരിക്കാത്തത്? ഇല്ലേ? ഗുരുവായൂർ 40 കിലോമീറ്റർ എഴുതി കണ്ട സമയത്ത് എന്നിൽ നിന്ന് എന്നിലേക്ക് എത്ര ദൂരമോ എന്ന് മഹാകവി ചോദിച്ച പോലെ ഗുരുവായൂരപ്പൻ നിശേഷാത്മാനമേനം ആത്മസ്വരൂപേ സകലചരാചരങ്ങളിൽ ഒരുപോലെ കുടികൊള്ളുന്നതായ ഒരാളാണ്. സർവഭൂതേഷു മന്മതി, കാണപ്പെടുന്നതായ സകലചരാചരങ്ങളെയും ഭഗവത് സ്വരൂപമായിട്ടങ്ങ് ദർശിക്കണം. യാതൊന്നു കാൺമതോ നാരായണ പ്രതിമ യച്ഛകിഞ്ചി ജഗൽ സർവം വ്യാപ്യ നാരായണ സ്ഥിത. കണ്ടു കേട്ടു ഇതെല്ലാം ഇവിടെ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്നുള്ളതായ ആ അഭേദ ഭാവന ഉള്ളിൽ ഉറയ്ക്കാനങ്ങ് ഇടയായി തീരണം. മദർത്തേഷു അംഗജേഷാച്ച വജസാമൽ ഗുണേരണം. അംഗജേഷകളെല്ലാം തന്നെ സർവ്വപ്രവർത്തികളും നമ്മുടെ സർവ്വവ്യാപാരങ്ങളും കർമ്മപാരാവാരത്തിൽപ്പെട്ട എന്തെല്ലാം നമുക്ക് പ്രാരബ്ധ കർമാനുസാരേണ ചെയ്യാനിടയായിത്തീരുന്നോ അതെല്ലാം ഭഗവത് കൈങ്കര്യമായിക്കൊണ്ട്. ആരെപ്പോലെ വൃന്ദാവനത്തിലെ ഗോപികൾ അവർ ഏതെങ്കിലും ഒരു മലമുകളിൽ ചെന്ന് കഴിഞ്ഞതായ ആൾക്കാരല്ല. നാട്ടിന് നടുവിൽ കഴിഞ്ഞതായ അക്ഷരാഭ്യാസമില്ലാത്തതായ ആ അയർക്കിടാങ്ങൾ വസിച്ചതായ ആ വ്രജഭൂമിയിലാണ് സകല അമരന്മാരും ഋഷീശ്വരന്മാരും വന്ന് വീണു വണങ്ങാനങ്ങ് ഇടയായിത്തീരുന്നത്. എന്തുകൊണ്ടാണ്? സർവേന്ദ്രിയ വൃത്തികളും ഭഗവത് കൈങ്കര്യമായി കൊണ്ട് അർപ്പിച്ചതായ ആ ഗോപികൾ എല്ലാവരിലും ഉപരിയായിക്കൊണ്ട് സകല ശാസ്ത്രങ്ങൾക്കും പ്രമാണവൽക്കരിക്കപ്പെടുന്നതായ അവസ്ഥയിലോട്ടങ്ങ് ഉയർത്തപ്പെടാനങ്ങ് ഇടയായിത്തീർന്നു. സർവേന്ദ്രിയ വൃത്തികളും ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് എന്ന ഭാവത്തോടുകൂടിയിട്ട് ഒന്നും തനിക്ക് വേണ്ടിയല്ല, എല്ലാം എൻ്റെ ഗുരുവായൂരപ്പൻ സന്തോഷിക്കണം എന്ന ഭാവത്തോടുകൂടിയാണെങ്കിൽ ആ ചെയ്യുന്നതായ അവനവൻ്റെ നിത്യ വ്യവഹാരങ്ങൾ തന്നെ ഒരു ഈശ്വരപൂജയായി തീരാനിടയായി തീരും. ഭുജസാമൽ ഗുണേരണം, വാക്കുകളെ കൊണ്ട് എപ്പോഴും ഭഗവാന്റെ ഗുണഗണങ്ങളെ കീർത്തിക്കാനായിക്കൊണ്ട് അനന്ത കല്യാണ ഗുണഗണാർണവനായിരിക്കുന്നതായ ഭഗവാന്റെ കഥകളെ പറയാൻ, അവിടുത്തെ ദിവ്യങ്ങളായ ഉപദേശങ്ങളെ നമുക്ക് പറയുവാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് ഒരിക്കലും മടിക്കാനിടയായി തീരരുത്. ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ആരുടെ കാര്യം പറയാൻ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിത്തീരുക? മക്കളുടെ കാര്യം പറയാനാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നത് ആരെയാണോ അവരെക്കുറിച്ച് പറയാൻ നാവുകൾ 40 എന്ന് പറയാറില്ലേ? അതുപോലെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രേമം ഭഗവാനോടാണ് എന്നുള്ളതുകൊണ്ട് ആ ഭഗവാന്റെ കഥകൾ പറയുന്ന സമയത്ത് ഉണ്ടാകുന്നതായ ഒരു ആനന്ദം വേറെ ഒന്നിൽ നിന്നും ഉണ്ടാവില്ല. അങ്ങനെ ഭഗവാന്റെ കഥകളെ പറയാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ വളരെ ആനന്ദമാത്രമായിട്ട് ഭഗവാന്റെ കഥകളെ അങ്ങ് പറയണം. സർവകാമ വിവർജനം, സ്വാർത്ഥപരമായിരിക്കുന്നതായ ഒരു സങ്കല്പങ്ങളും ഒരു കർമ്മത്തിൻ്റെ പിന്നിലും അങ്ങ് ഉള്ളിലുണ്ടാവാനിടയായി തീരരുത് എന്ന് പറയാം. സർവകാമ വിവർജനം എന്നുള്ളതിന് എല്ലാ കർമ്മങ്ങളും വെടിഞ്ഞ് ആർക്കും ഉപകാരമില്ലാതെ അങ്ങ് കാലം കൊല്ലികളായി കഴിഞ്ഞുകൂടണം എന്നുള്ളതല്ല. യാതൊരു സ്വാർത്ഥ സങ്കല്പങ്ങളുമില്ലാതെ ആത്മനോ മോക്ഷാർത്ഥം ജഗൽഹിതായ, തൻ്റെ ആത്മമോക്ഷത്തിനുള്ളതായ കർമ്മങ്ങളെല്ലാം തന്നെ ജഗൽഹിതത്തിനായിക്കൊണ്ട് ഭവിക്കട്ടെ എന്നുള്ളതായ വിശാലമായ വീക്ഷണഗതിയോട് കൂടിയിട്ട് അർപ്പിക്കുന്ന ആളായിരിക്കും ഒരു ഉത്തമ ഭക്തൻ എന്ന് പറയാം. ആ ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നുവോ ചെയ്യുന്ന പൂജയായിക്കൊള്ളട്ടെ, ഹോമമായിക്കൊള്ളട്ടെ, ദാനമായിക്കൊള്ളട്ടെ, അതെല്ലാം ഭഗവത് കൈങ്കര്യമല്ലാതെ ഭഗവത് പ്രീതിക്ക് വേണ്ടി എന്നുള്ളതല്ലാതെ വേറൊരു സങ്കല്പം ഉള്ളിലുണ്ടാവില്ല. യഥാത്മൻ അർപ്പിതം ചിത്തം ശാന്തം സത്വോപബ്രംഹിതം. മനസ്സ് സത്വഗുണ സമ്പന്നമായി തീരുന്നതായ വേളയിൽ ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം മുതലായിരിക്കുന്നതായ ഈശ്വര്യമായ ഗുണങ്ങളെല്ലാം അങ്ങ് പ്രകാശിക്കാനിടയായി തീരും. ഇതർപ്പിതം തൽ വികൽപ്പേം. മനസ്സ് ഈ ഉപാധിയിൽ ശരീരത്തിൽ ആസക്തി ഉള്ളതായി തീർന്നു എന്ന് വിചാരിക്കുക. ഈ ശരീരത്തിലൊരു മമതയുണ്ടായിക്കഴിഞ്ഞാൽ അത് രജസ് വികസിച്ചുകൊണ്ട് അത് എപ്പോഴും വിക്ഷേപങ്ങളാൽ മനസ്സ് സങ്കുചിതമായി വിക്ഷേപ കലുഷിതമായി തീരാനങ്ങ് ഇടയായി തീരും. തമസാണ് മനസ്സിൽ അധികരിക്കുന്നത് എങ്കിൽ എപ്പോഴും ആലസ്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് അശ്രദ്ധയോട് കൂടിയിട്ട് അന്യഥാകരിച്ചുകൊണ്ട് കഴിയാനങ്ങ് ഇടയായി തീരും. ധർമ്മോ മൽ ഭക്തികരൽ പ്രോക്ത. ഹേ ഉദ്ധവ, എന്താണ് ധർമ്മം എന്ന് പറയുന്നത്? യാതൊന്നിനെ കൊണ്ടാണോ എന്നിൽ ഭക്തി ഉണ്ടാവുന്നത് അതാണ് ധർമ്മം എന്ന് പറയുന്നത്. എന്താണ് ജ്ഞാനം എന്ന് പറയുന്നത്? ജ്ഞാനം ചെയ്യുക ആത്മദർശനം. എന്തിനേയും ഏകമായി കാണുന്നതായ ആ അറിവാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ഇവിടെ പലതില്ല,
ഏകം 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 നിത്യം ബ്രഹ്മ സൽവസ്തു നിത്യം ബ്രഹ്മ തൽ വ്യതിരിക്തം സർവമനിത്യം. ഏകമായിരിക്കുന്നത് നിത്യമായിരിക്കുന്നത് ആ ബ്രഹ്മസ്വരൂപിയായ ഭഗവാൻ മാത്രമാണ് എന്നുള്ളതായ ആ അഭേദ ഭാവനയാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ഈ പ്രകൃതി ഗുണങ്ങളിലെല്ലാം സ്വല്പം പോലും സംഘമില്ലാതിരിക്കുന്നതാണ്, രാഗമില്ലാതിരിക്കുന്നതായ അവസ്ഥയാണ് വൈരാഗ്യമെന്ന് പറയുന്നത്. വിഗത രാഗ വൈരാഗ്യം, രാഗം പോയിരിക്കുന്നതായ അവസ്ഥ. എന്താ രാഗമെന്ന് പറയുന്നത്? സുഖാനുശായി രാഗ, ഇതെല്ലാം എന്നെ സുഖിപ്പിക്കുന്നതാണ്, ഇതെനിക്ക് ഗുണം ചെയ്യുന്നതാണ് എന്നതായ ഒരു മനോഭാവം ഉള്ളിലുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് അതിനൊരു അവിടെ ഒരു ആസക്തി വന്ന് ഭവിക്കാൻ ഇടയായി തീർന്നു. ആസക്തിയുള്ളവനാണ് അടിമയായി തീരുന്നത്. യാതൊന്നിലും ആസക്തിയില്ലാതെ നിസ്സംഗനായി വർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അണിമ മഹിമ മുതലായിരിക്കുന്നതായി ഈശ്വര്യമായ ഗുണങ്ങളെയാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. ഇത് കേട്ട സമയത്ത് ഉദ്ധവർ കുറേ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എല്ലാം അങ്ങ് ചോദിക്കുകയാണ്. യമം എന്ന് വെച്ചാൽ എന്താണ്? നിയമം എന്ന് വെച്ചാൽ എന്താണ്? ശമം എന്ന് വെച്ചാൽ എന്താ? ധമം എന്ന് വെച്ചാൽ എന്താ? അതിലെല്ലാം ഉരുളയ്ക്ക് ഉപ്പേരി എന്ന മട്ടിൽ ഭഗവാൻ, ജ്ഞാനസ്വരൂപനായിരിക്കുന്നതായ ഭഗവാൻ അമൃതമൊഴികളാൽ ഉദ്ധവരെ അങ്ങ് അനുഗ്രഹിച്ചുകൊണ്ട് ലോകത്തിനോട് അരുളി ചെയ്യാണ്. ഹേ ഉദ്ധവ, അഹിംസ സത്യമസ്തേയം അസംഗോ ഹ്രീരസഞ്ജേഹം ആസിക്യം ബ്രഹ്മചര്യം ച മൗനം സൈര്യം ക്ഷമാഭയം. നമ്മൾക്ക് ആത്മീയ ജീവിതത്തിൽ മുന്നേറാനെ കൊണ്ട് പ്രതിബന്ധങ്ങൾ അകത്തും പുറത്തുമുണ്ട്. ആദ്യം അകത്തുള്ളതായ പ്രതിബന്ധങ്ങളെ വേണം നീക്കാനെ കൊണ്ട്. അകത്തുള്ള പ്രതിബന്ധങ്ങളെ നീക്കാനാണ് യമനിയമങ്ങളെ കൽപ്പിച്ചിരിക്കുന്നത്. ഈ യമനിയമങ്ങളെല്ലാം 12 പ്രകാരത്തിലാണ് അങ്ങ് പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്നത്. അതിലാദ്യം യമം അഹിംസ സത്യമസ്തേയം. ആദ്യമായിട്ടുണ്ടാവേണ്ടത് അഹിംസയാണ്. അഹിംസ പരമോധർമ്മ. നമ്മുടെ പരമായ ധർമ്മം എന്താണ്? അഹിംസയാണ് എന്ന് പറയാം. അഹിംസയാൽ ലോകത്തെ കീഴ്പ്പെടുത്തിയതായ ഒരു ചരിത്രമാണ് ഭാരതത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ഇന്ന് സൂര്യനസ്തമിക്കാത്ത രാജ്യത്തിൻ്റെ ചെങ്കോല് പിടിക്കുന്ന ചക്രവർത്തിമാരായ ബ്രിട്ടീഷുകാരെ ഈ ഭാരത മണ്ണിൽ നിന്നും കെട്ടുകെട്ടിച്ചതായ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ ലണ്ടൻ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൻ്റെ മുന്നിൽ അവർ പൂവിട്ട് പൂജിച്ച് ആരാധിക്കുന്നതായ രീതിയിൽ ലോകത്തിൽ ആരാധിക്കപ്പെടാൻ ഇടയായി തീർന്നത് എന്തുകൊണ്ടാണ്? അഹിംസയുടെ മൂർത്തിമൽ ഭാവമായിരുന്നു ഗാന്ധിജി. ആ അഹിംസയുടെ മഹത്വമാണ്, അഹിംസയുടെ വിജയമാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ വിജയം എന്ന് പറയും. നമ്മൾ ദേവിയെ സിംഹാസനാരൂഢയായിട്ടാണ് കീർത്തിക്കുന്നത്. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി, അമ്മ സിംഹാസനാരൂഢയാണ്. എന്തുകൊണ്ട് സിംഹാസനാരൂഢയെ ദേവിയെ കീർത്തിക്കുന്നു എന്നാണെങ്കിൽ, സിംഹം എന്നെഴുതി തിരിച്ചു വായിക്കൂ, എന്താവും? സിംഹം എന്നെഴുതി തിരിച്ചു വായിച്ചാൽ ഹംസയോ? ഹംസ മലപ്പുറത്താ. ഹിംസയുടെ നേരെ വിപരീതമാണ് അഹിംസ എന്ന് പറയുന്നത് അല്ലേ. സിംഹം മൃഗങ്ങളുടെ രാജാവാണ്. ആരാണ് ധീരനായിരിക്കുക? അഹിംസയുള്ള ഒരാൾക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ എന്ന് പറയാം. ഭീരുകളായുള്ള ആൾക്കാരാണ് ഹിംസയെ ചെയ്യുവാനങ്ങടെയായി തീരുക. അഹിംസയുള്ള ആൾക്കാരാണ് ധീരന്മാരാണ്. അവരാണ് ലോകത്തെ നയിക്കുന്നത്. എവിടെ അഹിംസാ സിദ്ധാന്തമുണ്ടോ, അഹിംസാ തത്വമുണ്ടോ, അവിടെയാണ് ആത്മതത്വം പ്രകാശിക്കാൻ ഇടയായി തീരുക എന്ന് പറയാം. അപ്പോൾ അഹിംസ ഉണ്ടാവണം, സത്യമുണ്ടാവണം. സത്യം എന്ന് വെച്ച് കഴിഞ്ഞാലോ, വാക്ക് വിചാരം പ്രവൃത്തി ഇത് മൂന്നും എന്നും ഒരുപോലെ തീരണം. വാക്കുന്ന് പോക്കുന്നു എന്ന മട്ടിൽ അങ്ങായിത്തീരാൻ ഇടയായി തീരരുത്. പിന്നെ നമ്മൾ ഓരോരുത്തരുടെയും 3 ഞാനുണ്ട്. ഒന്ന് എന്നെക്കുറിച്ച് ഞാൻ കരുതുന്നതായി ഞാൻ, ഒന്ന് എന്നെക്കുറിച്ച് മറ്റുള്ളവർ കരുതുന്നതായി ഞാൻ, 3 യഥാർത്ഥത്തിലുള്ളതായി ഞാൻ. ഇത് 3 ഒന്നായി തീരലാണ് സത്യം എന്ന് പറയുന്നത്. ഞാൻ എന്താണോ അതിനെ തന്നെയാണ് ഞാനെന്ന് കരുതുക. മറ്റ് പൊടുപ്പും തൊങ്ങലും ഒന്നും വയ്ക്കാതെ, മസാല ചേർക്കാതെ എൻ്റെ യഥാർത്ഥമായുള്ളതായ പരിധികളും പരിമിതികളും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ തക്കതായ അവസ്ഥ ഉള്ളിലുണ്ടായിത്തീരുക. അമൃതകലശത്തിന് വേണ്ടി ഗരുഡൻ ആകാശത്തിലോട്ട് അമരലോകത്തിലോട്ട് അങ്ങ് പറന്നുയർന്നതായ സമയത്ത് കശ്യപൻ പറഞ്ഞു, ഹിമാലയത്തിൽ ചെന്ന് അവിടെ ഒരു ആമയുണ്ട്, അതിനെ അകത്താക്കിയിട്ട് പോയാൽ മതി എന്ന് പറയാം. എന്താ പറഞ്ഞതിൻ്റെ താല്പര്യം? അമൃതത്വാവസ്ഥയെ പ്രാപിക്കണമെങ്കിൽ, ഒരിക്കലും നശിക്കാത്തതായ ആത്മജ്ഞാനത്തെ നമ്മൾക്ക് നേടണമെങ്കിൽ ആമയും അകത്താക്കണം. എന്താ ആന പഠിപ്പിക്കുന്നതായ പാഠം? ആന കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്. ആ കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആന 5 അടി 2 ഇഞ്ച് പൊക്കമുള്ളതായി മനുഷ്യൻ്റെ ഇടിയും തൊഴിയേറ്റ് കഴിയാൻ ഇടയായി തീർന്നു. എന്തുകൊണ്ടാണ്? ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയാം. നമ്മളുടെ കഴിവുകളെക്കുറിച്ച്, നമ്മുടെ കഴിവുകേടുകളെക്കുറിച്ച് നമ്മളെപ്പോഴും ബോധവാന്മാരായിരിക്കണം. അതിനെ വേണ്ട ഇതിൽ ഉൾക്കൊള്ളുന്നത് ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കൂ. അപ്പോൾ ഈ 3 ഞാനും ഒന്നായി തീരലാണ് സത്യം എന്ന് പറയുന്നത്. പിന്നെ അസ്ഥേയം, ഒരിക്കലും സ്ഥേയബുദ്ധി ഉണ്ടാവരുത്. മറ്റുള്ള ആൾക്കാരുടെ വസ്തുക്കളെ മോഷ്ടിക്കാനുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ടാവാൻ, അതിലൊരു ആഗ്രഹ ബുദ്ധി തന്നെ ഉണ്ടാവാനിടയായി തീരരുത് എന്ന് പറയുക.
ഈശാവാസമിതം സർവം, ഈ ലോകത്തിൽ കാണപ്പെടുന്നതായി സ്വത്ത് മുഴുവൻ ആരുടെയാ? ഈശ്വരനെയാണ്. മാകൃത കസിദ്ധനം, അർത്ഥശങ്കയ്ക്ക് അവകാശമില്ലാത്ത രീതിയിൽ അങ്ങ് അരളി ചെയ്യുകയാണ്. കഴുകനെ പോലെ അപഹരിക്കാൻ ഇടയാവരുത് എന്ന് പറയുക. എൻ്റെ നിൻ്റെ എന്ന് പറഞ്ഞ് അപഹരിച്ച് വെച്ച് എൻ്റെ സ്വത്താണ് ഓസത്ത് എഴുതി വയ്ക്കും. കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന സമയത്ത് ഞാൻ പോയി കഴിഞ്ഞാൽ ഇന്ന ആൾക്കാരെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എവിടെ എന്തെങ്കിലും ഒരു തരി മണ്ണ് എൻ്റെ സ്വന്തം എന്ന് പറയാനുണ്ടോ? ഇല്ലേ? ഇതെല്ലാം ഈശ്വരൻ്റെ അല്ലേ? ഒരിക്കലും സേബുദ്ധി ഉള്ളിൽ ഉണ്ടാവാനിടയായി തീരരുത്. ഒന്നിനോടൊരു സംഘം ഭവിക്കാനിടയായി തീരരുത്. സംഘം ച സംസ്കൃതേർ ഹേതുവും, ഏതെങ്കിലും ഒരു പദാർത്ഥത്തിനോട് സംഘം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സംഘമാണ് പിന്നെ ചിന്തയായി, ചിന്ത പ്രവൃത്തിയായി, പ്രവൃത്തി ഫലത്തെ തരും. പ്രവൃത്തി ഫലം ഹേതുവായിട്ട്, കർമ്മഫലം ഹേതുവായിട്ട് പുനരഭി ജനനം പുനരഭി മരണം ഈ സംസാരത്തിലൂടെ ജനിക്കാനങ്ങ് ഇടയായി തീരും. മനസ്സിനകത്ത് ഒരു സംഘവും ഭവിക്കാനിടയാവരുത്. ഒന്നിലൊരു ആഗ്രഹം വളരാനങ്ങ് ഇടയായി തീരരുതെന്ന് പറയും. ഒരു ദേവീഭാഗത്തിലാണെങ്കിൽ രക്തബീജാസുരൻ എന്നൊരു അസുരനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു തുള്ളി രക്തം താഴെ വീണ് കഴിഞ്ഞാൽ അതിൽ നിന്നും ആയിരക്കണക്കിന് രക്തബീജാസുരന്മാരുണ്ടാവുന്ന, ഓരോ തുള്ളി ചോരയിൽ നിന്നും അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ സ്വഭാവം ആരാ? രക്തബീജാസുരന്മാരാ അല്ലേ? ഒരാഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ അതിൽ നിന്ന് ആയിരക്കണക്കിന് ആഗ്രഹങ്ങൾ ഉള്ളിൽ ഉണ്ടാവാനിടയായി തീരും. അപ്പോൾ ഒരിക്കലും ഒന്നിനോടൊരു സംഘം ഭവിക്കാൻ, ആഗ്രഹം ഭവിക്കാൻ ഇടയായി തീരരുത്. പിന്നെയോ ആസ്വയ്ക്യം, ഈ ലോകത്തിന് മുഴുവൻ അസ്വസ്ഥതയെ കൊടുക്കുന്നതായ, ഉണ്മയെ കൊടുക്കുന്നതായ ആത്മസ്വരൂപമായ ഭഗവാനുണ്ട് എന്നുള്ളതായ ബോധമുള്ളിലുണ്ടാവണം. നമ്മൾക്ക് എന്തും തരാനൊരു ഈശ്വരനുണ്ട്, നമ്മൾക്ക് ആശ്രയിക്കാൻ ഒരാളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അഭയസ്ഥാനമുണ്ട് എന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഭയപ്പാടുണ്ടാവില്ല. ഒരു കുട്ടി സ്കൂളിൽ ചെന്നു, മാഷ് പറഞ്ഞു 2 പേനയും ഒരു പുസ്തകവും കൊണ്ടുവരണമെന്ന്. കുട്ടിക്ക് സ്വല്പം പോലും ശങ്കയില്ല. വീട്ടിൽ ചെന്ന് അച്ഛനോടോ അമ്മയോട് ചെന്ന് പറയും. അച്ഛനും അമ്മയ്ക്ക് എന്താ പുസ്തകം കച്ചവടാ, പേന വിൽക്കില്ല. പക്ഷേ ഉണ്ണിക്കത് അറിയേണ്ട ആവശ്യമില്ല. അച്ഛനോടും അമ്മയോട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരാനൊരാളുണ്ട്, ചോദിച്ചാൽ തരാനൊരാളുണ്ട്, അതുകൊണ്ട് ആശങ്കയില്ല. അതുപോലെ നമ്മൾക്ക് എന്തും ചോദിച്ചാൽ തരാനുള്ള ഒരാളുണ്ട് എന്നൊരു വിശ്വാസം, ഒരു ആസ്തിക ബുദ്ധി ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും ആശങ്ക ഉണ്ടാവില്ല. ബ്രഹ്മചര്യം ഉണ്ടാവണം. ബ്രഹ്മത്തിലുള്ള ചര്യയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ഈശ്വരനാണ് പരമലക്ഷ്യമെന്ന് അറിഞ്ഞുകൊണ്ട് ഈശ്വരനോടുള്ളതായ ചര്യ ജീവിതയാത്ര. അതിന് പ്രതിബന്ധമായി നിൽക്കുന്നത് കാമനീ കാഞ്ചനങ്ങളാണ്. സ്ത്രീയെ സംബന്ധിച്ച് പുരുഷനും, പുരുഷനെ സംബന്ധിച്ച് സ്ത്രീയും. സ്ത്രീ പുരുഷ ഭാവഭേദന ഇല്ലാതായി തീരലാവുന്ന ആത്മഭാവന ഉണരലാണ് യഥാർത്ഥ ബ്രഹ്മചര്യം. ശബരിമലയ്ക്ക് മാലയിട്ട് കഴിഞ്ഞാൽ അയ്യപ്പസ്വാമിയാണല്ലോ എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നത്. എല്ലാം അയ്യപ്പൻ, എല്ലാവർക്കും പോലുള്ള അയ്യപ്പൻ. അവിടെ സ്ത്രീ അയ്യപ്പൻ വേറെ, പുരുഷായ്യപ്പൻ വേറെ എന്നുള്ള ഒക്കെ അയ്യപ്പനാ. എല്ലാ ആത്മഭാവേനെ കാണലാണ് യഥാർത്ഥ ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. പിന്നെ മൗനം, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നുള്ള ഈ 3 അവസ്ഥകളിൽ ജാഗ്രത വാഗ്മയമാണ്, സ്വപ്നം മനോമയമാണ്, സുഷുപ്തി പ്രാണമയമാണ്. ജാഗ്രതയിൽ ജയിച്ചു കഴിഞ്ഞാൽ സ്വപ്നവും സുഷുപ്തിയും ജയിക്കാനായിട്ട് സാധിക്കും. ജാഗ്രതയിൽ ജയിക്കണമെങ്കിൽ എന്ത് വേണം? വാക്കിനെ ജയിക്കണമെന്ന് പറയാം. വാക്കിന് ജയിച്ചിരിക്കുന്നതായ ഒരാൾക്ക് മറ്റവസ്ഥകളെല്ലാം എളുപ്പത്തിൽ ജയിക്കാനായിട്ട് സാധിക്കും. പിന്നെ എപ്പോഴും സ്ഥിരതയുണ്ടാവണം, ഒരു ഉറപ്പ്. ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം പിന്നിൽ അങ്ങ് ഓടിപ്പോകാനിടയായി തീരുക. ആരെന്ത് പറഞ്ഞാലും അതിനെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കാനിടയായി തീരുക. അങ്ങനെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അടിമപ്പെട്ടു പോകാനിടയായി തീരുക. അതൊരിക്കലും ഉണ്ടാവരുത്. ഏത് മാർഗത്തിലൂടെയാണോ നിങ്ങൾ ഈശ്വരനെ ഭജിക്കുന്നത്, ആത്മീയ ജീവിതം നയിക്കുന്നത്, അതിലൊരു ഉറപ്പുണ്ടാവണം. ക്ഷമയോടുകൂടി കാത്തിരിക്കണം. സ്വല്പം പോലെ ഒരു ഭയപ്പാട് ഉള്ളിലുണ്ടാവാനിടയാവരുത്. അകത്തും പുറത്തും ഒരുപോലെ പരിശുദ്ധിയെ പാലിക്കുന്നതായി ശൗചമുണ്ടാവണം. ബാഹ്യാഭ്യന്തര സംശുദ്ധി, അകത്തും പുറത്തും ശുദ്ധിയെ പാലിക്കുന്നതാണ് ഈ ശൗചം. സ്വാംഗജുഗുംസ പരേരസംസർഗ, സ്വന്തം ശരീരത്തിലൊരു അറപ്പും വെറുപ്പുള്ളതായ ഒരാൾക്ക് ഈ മലമൂത്ര പദാർത്ഥങ്ങളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതായ മലമൂത്രങ്ങളുടെ ഒരു ഭണ്ഡാരമാണ് ഈ ശരീരം എന്ന് ബോധിച്ചിരിക്കുന്ന ഒരാൾക്ക് വേറെ ആളുടെ ശരീരം കണ്ട് മോഹിക്കാനോ അതിൽ ആഗ്രഹം ഉണ്ടാവാൻ ഒരിക്കലും ഇടയായിത്തീരില്ല. ആ ശൗചത്തെ നേടണം. ആ ശൗചത്തെ നേടാൻ ഉള്ളിൽ ഉറക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവത് നാമങ്ങളെ കീർത്തിക്കണം, വേദമന്ത്രങ്ങളെല്ലാം അങ്ങ് ജപിക്കണം. പിന്നെ ഈശ്വരീയമായിരിക്കുന്നതായ അനുഷ്ഠാനങ്ങൾ, ഹോമം, പൂജ മുതലായ കർമ്മങ്ങളൊക്കെ നിത്യേന കൃത്യമായി അത് ചെയ്തിരിക്കണം. അതിലൊന്നൊരു വീഴ്ച വരുത്താനിടയായി തീരരുത്. പുണ്യസങ്കേതങ്ങൾ, മഹാത്മാക്കൾ അവർ തപസ്സുകൊണ്ട് പാവനമാക്കിയിരിക്കുന്നതായ സങ്കേതങ്ങൾ എത്രയോ ഉണ്ട്. ആ പുണ്യസങ്കേതങ്ങളിലെല്ലാം ചെന്ന് ഈശ്വരഭജനം ചെയ്യാൻ സാധിക്കണം. പിന്നെ പരാർത്ഥേഹം, അന്യനെ സഹായിക്കണം എന്നുള്ളതായ ആ ഉത്കടമായ ആഗ്രഹം ഉള്ളിലുണരണം എന്ന് പറയാം. നമ്മൾക്കാർക്ക് എന്ത് ചെയ്യുകയാണെങ്കിലും അത് ഭഗവാനാണ് ചെയ്യുന്നത് എന്നുള്ളതായ ഭാവത്തോടുകൂടിയിട്ട്, ആഗ്രഹത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടിയിട്ട് അങ്ങ് അർപ്പിക്കാനും സാധിക്കണം. കുചേലൻ കല്ലും നെല്ലും നിറഞ്ഞതായ അവല് ഭഗവാൻ കൊണ്ടേ കൊടുത്തു. എന്താ കല്ലും നെല്ലും നിറഞ്ഞതായ അവല് ഭഗവാൻ കൊണ്ടേ കൊടുക്കാൻ കാരണം? കുചേല പത്നി ഭിക്ഷ എടുത്ത് കിട്ടിയത് കല്ലും നെല്ലും നിറഞ്ഞതായ അവിലാണ്. ആ കുചേല പത്നിക്ക് ഭിക്ഷ കൊടുത്തതായ ആൾ നല്ല അവല് കൊടുത്തിരുന്നുവെങ്കിൽ ഭഗവാന് നല്ല അവല് കിട്ടിയേനെ. നമ്മൾ ആർക്ക് ഭിക്ഷ കൊടുത്താലും അവസാനം അത് എത്തിച്ചേരുന്നത് ഭഗവാന്റെ കൈകളിലാണ് എന്നതായ ബോധത്തോടു കൂടി വേണം നമ്മൾ ചെയ്യാനേ കൊണ്ട്.
അന്യന് ചെയ്യുന്നതായ കർമ്മങ്ങളെല്ലാം തന്നെ പരാർത്ഥമായി ചെയ്യുന്നത് എന്തും തന്നെ അത് തനിക്ക് തന്നെ അങ്ങ് തിരിച്ചു കിട്ടാനും ഇടയായി തീരും. പിന്നെ എപ്പോഴും മനസ്സിൽ തുഷ്ടി ഉണ്ടാവണം, സന്തോഷമുണ്ടാവണം. സമ്യക്കാമെന്നുള്ളതായ ദോഷം പാല് പറഞ്ഞു പൊന്തുന്ന പോലെയുള്ളതായ ഒരു മാനസികമായ അവസ്ഥ ഉള്ളിലുണ്ടാവണം. ഇന്ന് നോക്കൂ, ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്നതായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സന്തുഷ്ടമായിരിക്കുന്ന ഒരു അവസ്ഥ എന്നുള്ളതാണ്. പുറമെ നോക്കിയാൽ നല്ല വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് ടിപ്പ് ടോപ്പിൽ വന്നിരിക്കുന്നുണ്ടാവും. ഉള്ളു തുറന്ന് നോക്കിയാലോ ഉമിത്തിയും നീറും പോലെ നീറി കഴിയുന്നതായി 100 വർഷങ്ങളുമായി നീറി കഴിയുന്നതായ ആൾക്കാരെയാണ് അങ്ങ് കാണുവാൻ സാധിക്കുക. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും പേടയങ്ങളെ അയച്ച് ആധുനിക ശാസ്ത്രത്തിൻ്റെ വെന്നിക്കൊടി വിഹായത്തിൽ പാറിപ്പറപ്പിച്ചു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും മനുഷ്യ മനസ്സ് ഇന്ന് നീറി കഴിയുന്നതായ ഒരു അവസ്ഥയാണ്. ഈ സന്തുഷ്ടി എന്നുള്ളത് സ്വല്പം പോലും കണി കാണാനില്ല എന്നുള്ളതായ അവസ്ഥയിലാണ്. അതിനെന്ത് വേണം? ആചാര സേവനം, ഗുരുനാഥനെ ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് തന്നെ ഈശ്വര ഭാവേനെ അങ്ങ് ആശ്രയിക്കേണ്ടതായ അവസ്ഥയുണ്ടാവണം. പിന്നെ ശമോമനിഷ്ഠതാ ബുദ്ധേഹ. എന്താണ് ശമം എന്ന് പറയുന്നത്? ബുദ്ധി നിഷ്ഠയോടുകൂടിയുള്ള ബുദ്ധിയാണ് ശമയെന്ന്. ബുദ്ധിയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ശമയെന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ദമെന്ന് പറയുന്നത്. തിരീക്ഷ ദുഃഖസമ്മർഷവും സുഖദുഃഖാദി അനുഭവങ്ങളെല്ലാം ദ്വന്ദ്വാനുഭവങ്ങളെല്ലാം മാറിയും മറിഞ്ഞു വരുന്നതായ സമയത്ത് ചിന്താവിലാപരഹിതമായി അതിന് സഹിക്കാൻ പോകുന്നതായ സഹനശേഷി ഉണ്ടാവുക എന്നുള്ളതാണ് ചിന്താവിലാപരഹിതം സാ തിരീക്ഷാ നിഗദ്ധ്യതേ. അതിനെയാണ് തിരീക്ഷ എന്ന് പറയുന്നത്. ദണ്ഡന്യാസപരം ദാനം. എന്താണ് ദാനം എന്ന് പറയുന്നത്? ഇന്ന് ദാനം എന്ന് പറഞ്ഞിട്ട് പലരും പലതൊക്കെ ചെയ്യും. ഇന്ന് വൈകുന്നേരം കാപ്പിക്ക് നിർത്തുന്ന സമയത്ത് ഇവിടെ അടുത്ത് താമസിക്കുന്നതായ ഒരു ലക്ഷ്മിക്കുട്ടി വന്ന് എല്ലാവർക്കും കുറേ പായസമൊക്കെ കൊടുത്തു. എന്നെന്താ പായസം കൊടുക്കാൻ കാരണം? ഇന്ന് സത്രത്തിന് വന്ന ആൾക്കാർ കുറച്ച് മധുരം കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ്. വേറെ ആർക്കും തോന്നാത്തതായ ഒരു ബുദ്ധി ലക്ഷ്മിക്കുട്ടി തോന്നി. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി, എല്ലാവർക്കും സുഖമായി പായസമൊക്കെ കഴിച്ചു. വേറെ ആർക്കും തോന്നാത്തതായ ഒരു കാര്യം, ഭാഗവതം കേൾക്കാൻ വരുന്നതായ ആൾക്കാർക്ക് ഒരു മധുരം കൊടുക്കുക എന്നുള്ളൊരു ബുദ്ധി പായസദാനം ചെയ്യാൻ ആ ലക്ഷ്മിക്കുട്ടിക്ക് തോന്നിയല്ലോ. അപ്പോൾ ലക്ഷ്മിക്കുട്ടി ചെയ്തത് നല്ല കാര്യമല്ലേ എന്നാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലക്ഷ്മിക്കുട്ടി ഈ പായസം കൊണ്ടുവന്ന് കൊടുത്തത്? 4 ദിവസം മുമ്പ് ലക്ഷ്മിക്കുട്ടിയുടെ വീട്ടിലൊരു പായസം വെച്ചിരുന്നു. ആ ലക്ഷ്മിക്കുട്ടി നമ്മുടെ വീട്ടിൽ വേറെ ആരും കഴിക്കാനില്ല. അതിങ്ങനെ ഫ്രിഡ്ജിൽ പൊളിച്ചിരിക്കുന്നത് കളയാനൊരു വിഷമം. എന്നാൽ അവിടെ സത്രശാലി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും കഴിച്ചിട്ട് പോകുമല്ലോ. കൊണ്ടുവന്ന് കൊടുത്തു. ഓസി കിട്ടുന്നതല്ലേ 3-4 ഗ്ലാസ് ഓരോരുത്തരും കഴിച്ചു ഉടനെ ഓരോരുത്തരും ബാത്റൂമിലേക്ക് ഓടി പോകാൻ തുടങ്ങി. അപ്പോൾ ആ പായസദാനം നല്ല ഉദ്ദേശമാണോ? നല്ല ദാനമാണോ? അല്ല. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ദാനമായി തീരില്ല. ദണ്ഡന്യാസപരം ദാനം. ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത്. ഒരാൾക്കൊരു ഉപദ്രവം ചെയ്യാതിരിക്കുക. ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതിരിക്കുക എന്ന് പറയുകയാണ്. ഹൃതം ച സൂനൃതാവാണി. എന്താണ് ഹൃതം എന്ന് പറയുന്നത്? പ്രിയമായിട്ടുള്ള യഥാർത്ഥമായിരിക്കുന്നതായ വാക്കിനെയാണ് ഹൃതം എന്ന് പറയുന്നത്. ഒരിക്കൽ വള്ളലാർ എന്നൊരു മഹാത്മാവിനോട് ഞാൻ ചോദിച്ചു, ദുഃഖം തീരാൻ എന്താ വേണ്ടതെന്ന്. അദ്ദേഹം സ്വല്പം ഒരു നിമിഷം പോലും ആലോചിക്കാതെ, നമ്മുടെ കേരളത്തിൽ ജനിച്ചതിനേക്കാൾ കൂടുതൽ മഹാത്മാക്കൾ തമിഴ്നാട്ടിലാണ് അല്ലെങ്കിൽ ദ്രാവിഡ ദേശത്ത് ജനിച്ചതെന്ന് കാണാൻ സാധിക്കും. അദ്ദേഹം ഒരു നിമിഷം പോലും ആലോചിക്കാതെ അങ്ങ് പറഞ്ഞു, അൻപാക പേശ്, ഇനിമയാക പേശ്, ഉണ്മയാക പേശ്, നന്മയെ പേശ്, മിതമാക പേശ്, ചിന്തിത്ത് പേശ്, സമയമരുന്ത് പേശ്, സഭയറുന്ത് പേശ്, പേശാതിരുന്തും പഴക് എന്ന്. നീ ആരോട് സംസാരിക്കുകയാണെങ്കിൽ അൻപാക പേശ്, സ്നേഹത്തോട് സംസാരിക്കൂ. പിന്നെയോ അൻപാക പേശ്, ഇന്മയാക പേശ്, ഇനിമയാക പേശ്, മധുരമായി സംസാരിക്കൂ. എപ്പോൾ നോക്കിയാലും ചാടിക്കടിച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ ലോകം എന്നും വെറുക്കാനിടയായി തീരും. എപ്പോഴും മധുരമായി സംസാരിക്കും. കുട്ടികൾക്ക് നമ്മൾ തേനിൽ മുക്കിയിട്ടാ നാവിൽ എഴുതി കൊടുക്കുക, ഹരിശ്രീലാം കുറിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ 28-ാം നാൾ തേനും വയുമ്പോൾ കൊടുക്കും. എന്തിനു വേണ്ടിയാ? വാക്ക് മധുരമായി തീരണം, അറിവ് അന്നമായി തീരണം. അതിലാ അരിയിൽ എഴുതിക്കുന്നത് വാക്ക് മധുരമായി തീരണം. ജിഹ്വാമേ മധുമത്തമാം. രാവിലെ എഴുന്നേറ്റ് ഉടനെ പ്രാർത്ഥിക്കാൻ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിമയാക പേശ്, ഉണ്മയാക പേശ്, ഉള്ളത് മാത്രമേ പറയാവൂ, സത്യം മാത്രമേ പറയാവൂ എന്ന് പറയുക. ഇല്ലാത്തൊക്കെ പൊടുപ്പ് തൊങ്ങലൊക്കെ വെച്ച് കൂട്ടിക്കൊണ്ട് യഥാകർമ്മ യഥാരുചി, നമ്മളുടെ രുചിക്ക് അനുസരിച്ച് വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കാൻ ഒരിക്കലും ഇടയായി തീരരുത്. ഉണ്മയാക പേശ്. പിന്നെയോ നന്മയെ പേശ്, മറ്റുള്ളവർക്ക് നന്മ വരുത്തുന്നതായ കാര്യങ്ങൾ മാത്രമേ പറയാവൂ എന്ന് അറിയാം. ചില ആൾക്കാരുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ പാലക്കാടൻ ഭാഷയിലൊക്കെ, പാലക്കാട് സമ്പ്രദായത്തിലൊക്കെ ഒക്കെ നാശങ്ങൾ നശിച്ചു പോകും, ഒന്നും നന്നാവില്ല, എപ്പോഴും ഇങ്ങനെ പഴിവാക്ക് പറയുന്ന ആൾക്കാർ. ആശ്രമത്തിൽ ഒരാൾ വരാറുണ്ട്, എപ്പോഴും സ്ഥിരം ഒരു പല്ലവിയാണ്, സ്വാമി ഈ ആൾക്കാരൊന്നും ശരിയല്ല സ്വാമി, ഒക്കെ പോക്കാ എന്ന് പറയും. എന്താ പറയുന്നതിൻ്റെ അർത്ഥം? ഈ പറയുന്ന ആൾ പോക്കാണേ. ഒക്കെ പോക്കാന്ന് വെച്ചാൽ പറയുന്ന ആൾ പോക്കാന്നർത്ഥം. അത് സ്ഥിരം ശൈലിയാണ് അങ്ങനെ ചില ആൾക്കാരുടെ സമ്പ്രദായം. അങ്ങനെ ഒരിക്കലും പറയാനിടയാവും. നന്മയെ പേശ്, നല്ലത് മാത്രമേ എന്നും പറയാനിടയായി തീരാവൂ. മിതമാക പേശ് എന്ന് പറയും, ആവശ്യത്തിന് മാത്രമേ സംസാരിക്കാവൂ, ആവശ്യത്തിൽ കൂടുതൽ സംസാരിക്കാൻ ഇടയാവരുത്. നമ്മൾ വായിന്ന് പോയതായ വാക്കും
കയ്യിൽ നിന്ന് പോയതായ കല്ലും കമ്പ്യൂട്ടറിൽ നിന്ന് പോയതായ ഇമെയിലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. പോയാൽ പോയത് തന്നെയാണ്. അപ്പോൾ ആലോചിച്ച് വേണം സംസാരിക്കാൻ. 6ഉം 100ഉം നോക്കി വേണം സംസാരിക്കാൻ, ജീവിക്കാനെന്ന് പറയും. ഒരു വാക്ക് പറയുകയാണെങ്കിൽ 100 പ്രാവശ്യം ആലോചിക്കണം. ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ 6 പ്രാവശ്യം ആലോചിക്കണം. എന്നിട്ടേ സംസാരിക്കാവൂ എന്ന്. പിന്നെയോ സമയമരുന്ന് പേശി, സമയം നോക്കി വേണം സംസാരിക്കാനേ കൊണ്ട്. ഒരു LIC ഏജൻ്റ് ആയിരിക്കുന്ന ഒരാൾ ഒരു വീട്ടിൽ പോളിസി എടുപ്പിക്കാനേ കൊണ്ട് ചെന്നു. ആ വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് അവിടെ രാമരാവണ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, ഭാര്യയും ഭർത്താവും കൂടിയിട്ട്. ആ സമയത്ത് ആ കയറി ചെല്ലുന്നതെന്ന് വിചാരിക്കുക ഈ LIC ഏജൻറ്റ് സ്വന്തം പേരിൽ പോളിസി എടുത്തിട്ട് വേണം അവിടെ കയറി ചെല്ലാൻ, ഇല്ലെങ്കിൽ ജീവൻ അപകടത്തിലായി തീരും. സമയമരുന്ന് പേച്ച്, സമയം നോക്കി വേണം സംസാരിക്കാൻ. നേരെ ഒരുക്കിയിട്ട് വേണം വിത്തെറിയാൻ, സമയം നോക്കിയിട്ടേ സംസാരിക്കാവൂ. സഭയരുന്ന് പേച്ച് അല്ലേ, ആരോടാ സംസാരിക്കും? ഇപ്പോൾ ഭാഗവതം നടക്കുന്നത് ഇതിൽ വന്ന് ഭാഗവതം പറയണം അല്ലേ. 4 കൂടി കവലിൽ ചെന്ന് രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നത് ഇതിൽ ചെന്ന് ഭാഗവതം പറയാൻ പറ്റില്ല. സഭയരുന്ന് പേച്ച്, സഭ നോക്കി വേണം, ശ്രോതാവിനെ കണ്ടു വേണം വക്താവ് സംസാരിക്കാനായിട്ട്. പിന്നെയോ പേശാതിരുന്തും പഴക്. ചില സമയത്ത് നമ്മുടെ അഭിപ്രായത്തിനനുസരിച്ച് ആയിരിക്കില്ല മറ്റുള്ളവർ. രുക്മിണി ദേവിയുടെ സഹോദരനായിരിക്കുന്ന രുക്മിയെ ബലരാമസ്വാമി അടിച്ചു വന്നതായ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ മൗനത്തെ അവലംബിച്ചു, ഒന്നും വേണ്ടിയില്ല. കൊന്നത് നന്നായി എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടാവില്ല? രുക്മിണി ദേവിക്ക് ഭാര്യയ്ക്ക് ഇഷ്ടാവില്ല. കൊന്നത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടാവില്ല? ഏട്ടന് ബലരാമന് ഇഷ്ടാവില്ല. ഏട്ടൻ വേണോ ഭാര്യ വേണോ? 2 പേരും വേണം. 2 പേരും വേണമെങ്കിൽ മിണ്ടാതിരിക്കണം അല്ലേ. മകൻ വേണോ മരുമകൾ വേണോ? 2 പേരും വേണം, നാം മിണ്ടാതിരിക്കണം അല്ലേ. വ്യത്യസ്ത അഭിപ്രായങ്ങൾ എപ്പോഴും വരുന്ന സമയത്ത് നമ്മൾ മൗനത്തിലാണ് മാന്യത എന്നുള്ളതായ ആ മഹൽമൊഴികൾ ഉള്ളിലുണ്ടാവണമെന്ന് പറയുക. പ്രസംശ സോനുതാവാണ് എന്നും പ്രിയമായിട്ടും സത്യമായിട്ടുള്ളതായ വാക്കുകളെ പറയണം. എന്താണ് ധനമെന്ന് പറയുന്നത്? ധർമ്മമാണ് ധനമെന്ന് പറയുന്നത് എന്ന് പറയുക. ധനം എന്ന് വെച്ചാൽ ധന്യതയെ തരുന്നതാണ് ധനമെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്നത് ധർമ്മമാണ് എന്ന് പറയാം. എന്താണ് ദക്ഷിണ? ദക്ഷിണ ജ്ഞാനസന്ദേശ. എന്താണോ നമ്മൾ പഠിച്ചത് അതിനെ പ്രചരിപ്പിക്കുക, അതാണ് ദക്ഷിണ എന്ന് പറയുന്നത്. ദൈവഭാഗത്തിൽ പറയും യജ്ഞത്തിൻ്റെ പത്നിയാണ് ദക്ഷിണ, അവരുടെ പുത്രനാണ് ഫലം എന്നൊക്കെ. യജ്ഞവും ദക്ഷിണയും കൂടി ചേർന്നാലേ ഫലം ഉണ്ടാവുള്ളൂ എന്ന്. യജ്ഞം കഴിഞ്ഞ ഉടനെ ദക്ഷിണ വയ്ക്കണം, ഇല്ലെങ്കിൽ 3 ഇരട്ടി കൂടുതൽ വയ്ക്കണം. ഒരു രാത്രി കഴിഞ്ഞാൽ 10 ഇരട്ടി കൂടുതൽ വയ്ക്കണം എന്നൊക്കെ. എന്താ പറയുന്നത് താല്പര്യം? പഠിച്ച ഉടനെ പഠിപ്പിക്കുകയാണെങ്കിൽ ഉള്ളിൽ ഓർമ്മയുണ്ടാവും. കുറേ കഴിഞ്ഞാലോ വീണ്ടും ആവർത്തിക്കണം, 3 ഇരട്ടി 10 ഇരട്ടി എന്ന നിലയിൽ. ഇതിൻ്റെ താല്പര്യം മനസ്സിലാക്കാതെ നോക്കൂ. ഇന്ന് പണം ഉണ്ടാക്കേണ്ട പരിപാടിയൊക്കെ ഭാഗവത സപ്താഹ സദസ്സുകൾ തന്നെ. ഭാഗവത സപ്താഹത്തിനാണെങ്കിൽ ഇത്ര ദർശനം വേണം, നാരായണത്തിനാണെങ്കിൽ ഇത്ര ദർശനം വേണമെന്ന് പറഞ്ഞ് പണം ഉണ്ടാക്കേണ്ട പരിപാടിയായിട്ട് ഭക്തിജ്ഞാന വിരാഗാണം സ്ഥാപനായ പ്രകാശിതമെന്ന് വ്യാസഭഗവാൻ അരുളി ചെയ്തതായ ഈ പരമഹംസ സംഹിതയായ ശ്രീമദ് ഭാഗവതത്തെ ഇന്നൊരു കച്ചവട ചരക്കാക്കി അതപ്പതിപ്പിച്ചിരിക്കുന്നതായ ഒരു കാലമായി നമ്മൾക്ക് കാണുവാൻ ഇടയായി തീർന്നിരിക്കുന്നു. ഇതിൻ്റെ താല്പര്യത്തെ ഉൾക്കൊള്ളാത്തത് കൊണ്ട് എന്ന് പറയാം. ഇവിടെ ഭഗവാൻ അരുളി ചെയ്യുന്നു, നമ്മൾ പഠിച്ചതിനെ പ്രചരിപ്പിക്കുകയാണ് നമ്മുടെ ഗുരുപരമ്പരയ്ക്കുള്ളതായ ദർശന എന്ന് പറയുന്നത്. പിന്നെ പ്രാണായാമമാണ് പരമമായ ബലമെന്ന് പറയുന്നത്. ആരാണ് മൂർഖൻ? ശരീരബോധമുള്ളവനാണ്, ശരീരത്തിൽ ജ്ഞാനെന്ന ബുദ്ധിയുള്ളവനാണ് മൂർഖൻ എന്ന് പറയുന്നത്. എന്താണ് നേരായ വഴി? ഭഗവാന്റെ അരുൾമൊഴികളാണ്, വേദങ്ങളാണ്, ശാസ്ത്രങ്ങളാണ് നേരായ വഴി. ചിത്തവിക്ഷേപങ്ങളാണ് തെറ്റായ വഴി എന്ന് പറയുന്നത്. സത്വഗുണത്തിൻ്റെതായ വൃദ്ധിയാണ് സ്വർഗമെന്ന് പറയുന്നത്. തമോ ഗുണത്തിൻ്റെ വൃദ്ധിയാണ് നരകമെന്ന് പറയുന്നത്. നമ്മൾ ഉപേക്ഷിക്കുന്നതായ ഈ ശരീരമാണ് വീടെന്ന് പറയുന്നത്. ഉദ്ധവ, ഈ ഗുണദോഷ ചിന്തനം തന്നെ ഒരു ദോഷമാണ് എന്ന് പറയാം. നമ്മൾ ഒന്നിൽ ദോഷം കാണുന്നതായ സമയത്ത് ദുഷിക്കുന്നത് നമ്മളുടെ മനസ്സാണ്. ഒന്നിലും ഈ ഭേദഭാവനയില്ലാതെ സർവത്തിനും കാരണമായിരിക്കുന്ന ആ ആത്മസ്വരൂപമായ ഭഗവാനെ അറിഞ്ഞ് ആശ്രയിക്കലാണ് എന്തിനേയും പരമലക്ഷ്യമായിരിക്കുന്നത്. അതാണ് ശാസ്ത്രസാരം എന്നുള്ളതായ അരുൾമൊഴികളെ ഏകാശസ്കന്ധത്തിൻ്റെ മധ്യഭാഗമെന്ന് വിശേഷിപ്പിക്കാവുന്നതായ ഈ 19ാമത്തെ അധ്യായത്തിൽ അമൃതമൊഴികളിലൂടെ ഭഗവാൻ അങ്ങ് അരുളി ചെയ്യാണ്. അത് ഉൾക്കൊള്ളാനും അനുഭവിക്കാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ സത്സംഗത്തെ അവിടുത്തെ തൃപ്പാദങ്ങൾ അർപ്പിക്കാം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം.